ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ ജൂഷ് അമേരിക്കൻ, അയാൾ മൊസാദ് ഏജൻ്റ് ആണെന്ന് ലാസ്റ്റ് ഞാൻ ഇതൊന്നുമല്ല പറഞ്ഞു, ചാർലി കിർക്ക് പറഞ്ഞ കാര്യം. അയാളുടെ പോഡ്കാസ്റ്റ് ഇപ്പോൾ ഇല്ല, പോയി. അയാൾ സേവ് ചെയ്തിട്ട് ഏതെങ്കിലും വീഡിയോ കണ്ടോ? എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്നത് പറഞ്ഞാൽ അയാളൊരു ഐലൻഡ് വാങ്ങിച്ചു. അയാൾ പൈസക്കാരനൊന്നുമല്ല. മെഗാ ഗ്രൂപ്പിൽ ലെസ് വെക്സ്നർ എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്, അയാൾ ഫണ്ട് ചെയ്തതാണ്. മെഗാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയൊക്കെയാണ്. അത് ബില്യനേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്, 50ഓളം പേര്. ഇപ്പോൾ സ്റ്റീവൻ സ്പിൽബർഗ് ഒക്കെ അതിനകത്തുണ്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന തലയെടുപ്പുള്ള ആൾക്കാരാണ് പറഞ്ഞത്. ലോകം എങ്ങനെ പോകണം, അയാളുടെ സിനിമയിലൂടെ ഒക്കെ ആൾക്കാരെ വേണമെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അവർ ഒത്തുകൂടാറുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം കണ്ട് ഒത്തുകൂടാറുണ്ട്. അയാൾ എന്ന് ഈ പറഞ്ഞ എപ്സ്റ്റീൻ അയാൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നത്. അയാളൊരു ഐലൻഡ് വാങ്ങിക്കുന്നു. ഐലൻഡിൽ സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉണ്ട്, സ്വന്തമായിട്ട് പറന്നിറങ്ങാനുള്ള കഴിവൊക്കെ ഉണ്ട്. എന്നിട്ട് അയാൾ ചെയ്യുന്നത് വെച്ചാൽ ലോകത്തിൻ്റെ അമേരിക്കയിൽ പല ഭാഗത്തു നിന്നും അണ്ടർ ഏജ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്നു. അയാൾ അവിടെ ഒരു പെഡോഫൈലാണ്, കുട്ടികളെ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളിന്ന് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞ അതേ സംഭവം തന്നെ നമ്മൾ സാധാരണ ലോക്കൽ ലെവലിൽ ചെയ്യുന്നത്, ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യുന്നു. കുട്ടികളെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ പൈസക്കാരെ വിളിക്കുന്നു, ബിസിനസ്മാൻമാരെ വിളിക്കുന്നു, രാജ്യത്തിൻ്റെ തലവന്മാരെ വിളിക്കുന്നു, ഭരണാധികാരികളെ വിളിക്കുന്നു. ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി രാജാവ് പോലും അല്ലാത്തുണ്ട്. ഏത് മനസ്സിലായോ? അപ്പോൾ സൗദി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. അപ്പോൾ അതിന് പെഡോഫൈൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, കേസ് വലുതാണ്. അതിൻ്റെ പേരാണ് മൈക്കിൾ ജാക്സൺ അകത്ത് പോയത്. മൈക്കിൾ ജാക്സൻ്റെ മരണം പോലും ആൾക്കാർക്ക് അറിയാതെ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. എന്താണെന്ന് അയാളുടെ അവസാന നിമിഷമൊക്കെ നോക്കിയാൽ മതി, വീഡിയോസ് കണ്ടാൽ മതി. അതിനുശേഷം എപ്സ്റ്റീൻ ഇതേപോലെ ട്രംപ് ഈ പറഞ്ഞ എപ്സ്റ്റീൻ താമസിച്ച വില്ലയുടെ അയലത്തുകാരാണ് പറഞ്ഞത്, ഞങ്ങൾ ട്രംപിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ബിൽ ക്ലിൻ്റൺ വന്ന് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പ്രിൻസ് ആൻഡ്രൂസ് വന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് എണ്ണി പറയുന്നുണ്ട് തലകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ വന്നു, അവരോട്ട് പറഞ്ഞ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ വന്നു, കുട്ടികളാണ് അവർ വരുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പോയി ഈ പറഞ്ഞ ജെഫ്രി എപ്സ്റ്റൈൻ പോയിട്ട് അവർ ഇൻ്റർവ്യൂ ചെയ്യും, ക്വസ് ചെയ്യും, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചോദിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും. അത് റെക്കോർഡ് ചെയ്യും. അതുമല്ല ഈ പറഞ്ഞ കോറിഡോറിലും അവിടെ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, ആ ഫീഡ് കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങൾ മിണ്ടരുത്, ഇനി മിണ്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തിടും. അതിൻ്റെ പേരിൽ ട്രംപ് മിണ്ടത്തില്ല. ഇപ്പോൾ FBI FBI പോലും അതിൻ്റെ ഓരോ ഞങ്ങൾ പുറത്ത് റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് കാണുന്നില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബിൽ ക്ലിൻ്റൺ ഇവരൊക്കെ പറഞ്ഞ പിഡോഫൈൽ കേസിൽ അകത്ത് പോകേണ്ട ആൾക്കാരാണ്. അമേരിക്കൻ പ്രസിഡൻ്റെ കേസാണ് പറയുന്നത്. ഇത് വൺ ഓഫ് ദി ബ്ലാക്ക് മെയിലിംഗ്. അതാണ് കിർക്ക് പറഞ്ഞത് എപ്സ്റ്റീൻ ഒരു മൊസാദ് ഏജൻ്റ് ആണോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അയാളെ കൊന്നത്. അത് ഒരു കാരണമാകാം. അതിനുശേഷം എപ്സ്റ്റീൻ 2019 പിടിക്കപ്പെടുന്നു. അയാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യപ്പെടുന്നു. അയാൾ ജയിലിൽ കൊല്ലപ്പെടുന്നു. ക്യാമറ റെക്കോർഡിംഗ് ഇല്ല, സെക്യൂരിറ്റി സിസ്റ്റംസ് ഇല്ല, സെക്യൂരിറ്റി ഗാർഡ്സ് ഇല്ല, ആരും അറിഞ്ഞില്ല. അയാൾ മരിച്ചു, തൂങ്ങിച്ചരിച്ചു, ആത്മഹത്യ ചെയ്തു, ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2025 ഇപ്പോഴാണ് വീണ്ടും പൊങ്ങി വരുന്നത് എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തു വരണം എന്നുള്ളത്. അത് പുറത്തു വിടത്തില്ല, കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇയാളാണ്. അമേരിക്ക ഒരിക്കലും ഇസ്രായേലിനെ ഒറ്റിക്കൊടുത്തില്ല, അവർ ഒരു കാരണവശാലും അവരെ മാറ്റി നിർത്തത്തില്ല. അപ്പോൾ പിന്നെ എപ്സ്റ്റൈൻ ഫയൽ പുറത്തു വരത്തില്ല. എന്നാൽ സമൂഹത്തിന് അറിയാനുള്ള ബാധ്യതയുണ്ട്, പക്ഷേ FBI പുറത്തു വിടത്തില്ല. അതൊരു സിറ്റുവേഷൻ. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം എക്കണോമി എങ്ങനെ ക്രഷ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കടം ഞങ്ങൾ കൂട്ടും. സിംബാബ്വെ, ജർമ്മനിയിലൊക്കെ ഇൻഫ്ലേഷൻ എങ്ങനെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നത്. ജർമ്മനി തകർന്നു പോയെന്നേ, അത്രയും മോശമായിപ്പോയി. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തു, ഇവർ ഫെഡറലിസം ഉണ്ട്, ആ ബാങ്കാണല്ലോ കൊടുക്കുന്നത്, അവർ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചമർത്തും, കടം കൂട്ടും. അമേരിക്കയ്ക്ക് കടമുണ്ട്, പക്ഷേ അമേരിക്ക തിരിച്ചടക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ അമേരിക്ക ട്രസ്റ്റിൻ്റെ പ്രശ്നമാണ്. എന്നാൽ ഇസ്രായേൽ ലോക എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഇസ്രായേൽ ഒരു പവർഫുൾ എക്കണോമി എന്ന കാര്യം പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല. എന്നാൽ ഓരോ മിസൈൽ വിടുന്നതിന് $50,000 ചിലവുണ്ട്. ഈ പറഞ്ഞ പൊട്ടിക്കാൻ വിടുന്ന ഈ പറഞ്ഞ പൂത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വിടുന്നതിന് $50,000 ഒരു മിസൈലിന് വിലയുണ്ട്. അതിന് എത്ര എണ്ണം പൊട്ടി കളിക്കുന്നത്? അപ്പോൾ എന്തൊരു ഇത്രയും പൈസ അവർക്കുണ്ടോ? അത് ഫണ്ട് ചെയ്യാൻ ആളുണ്ട്, പുറകിലുണ്ടെങ്കിൽ ആൾക്കാർ കൊണ്ട്. എന്നാൽ അവർ അപ്പുറത്തോട് ഊറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടാക്സ് സിസ്റ്റം കൂട്ടുന്നു, നിങ്ങളിലൂടെ വരുമാനം എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ത്രെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും പ്രോഫിറ്റ് വാങ്ങുന്നവരുണ്ട്. ഇപ്പോൾ ജയിലുകളുണ്ട്, പ്രൈവറ്റ് പ്രിസൺസ്. ജയിലെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ആൾക്കാരെ ശിക്ഷിക്കാനുള്ള നേർവഴിക്ക് നടക്കുന്നതാണ് സംഭവം. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ അറിയാലോ, ട്രഡീഷണൽ സിസ്റ്റം കല്ലെറിയുക, തല വെട്ടുക, ജയിലിൽ എന്ന് വെച്ചാൽ ജീവിക്കണ്ട എന്നുള്ള ഇതാണ് പണ്ടത്തെ സിസ്റ്റംസ്. അതിനുശേഷം 2 പേര് വന്ന്, ആ പേര് ഞാൻ മറന്നുപോയി, 2 പേര് വന്നിട്ടാണ് ജയിൽ സിസ്റ്റം ഉണ്ടാക്കുന്നത്. അവർ പറയാണ്
ആൾക്കാരെ ഒന്നുകൂടി ഒരു അവസരം കൊടുത്തുവിടാം, റിമോഷനുള്ള അവസരം കൊടുത്തുവിടാം, അത് നന്നായാലോ എന്ന് വെച്ചിട്ടാണ് രണ്ടാമത് ജയിൽ സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ത് തടവിലിടുമ്പോൾ അവർക്ക് വീണ്ടും മെഡിറ്റേഷൻ കൊടുക്കുന്നു, അവർക്ക് ഇടിയും അതുമല്ല, അവർക്ക് വീണ്ടും റീഹാബിലിറ്റേഷൻ കൊടുക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും വേറെ മാനസികമായ രോഗം ഉണ്ടെങ്കിൽ അവർ മാറ്റിയെടുക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഫിൻലാൻഡിലെ ജയിലുകളൊക്കെ പറഞ്ഞ സോഫിസ്റ്റിക്കേറ്റ് TV വരെയുണ്ട്. അവിടെ പറഞ്ഞത് അവിടുത്തെ സിറ്റിസൺസിന് ജയിലിൽ പോകാൻ പേടിയില്ല. എന്നുവെച്ചാൽ കൊലപാതകങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ സിസ്റ്റംസ് ഉണ്ടാക്കുന്നത്. അത് പോയി സുഖമായിട്ട് താമസിക്കാനുള്ള സാധനമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും മനുഷ്യനാവും. നേരത്തെ പറഞ്ഞ മനുഷ്യത്വം എന്ന് പറഞ്ഞ ഫീലിംഗ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരാൻ നോക്കുന്നത്. അത് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം, മറ്റേ BJP എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല എന്നതിൻ്റെ ചോദ്യം ചോദിക്കണം. അപ്പം ഈ പറഞ്ഞ ജയിൽ സിസ്റ്റം പിന്നീടാണ് പറഞ്ഞത് പ്രൈവറ്റൈസ് ചെയ്യാൻ. പ്രൈവറ്റ് ബാങ്ക് ജയിലുകൾക്ക് പ്രൈവറ്റൈസ് ചെയ്താൽ ലാഭം ഉണ്ടാവണ്ടേ? ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യണ്ടേ? കാരണം അത് ഓടിച്ചാൽ പറഞ്ഞത് ഇതുപോലെ ചില മറ്റേ ഗവൺമെൻറ് ഓടിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജയിലിൽ കിടക്കണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ കൊടുക്കണം. ജയിലിൽ ആളില്ല വന്നാലോ? അപ്പോൾ നഷ്ടം. അപ്പോൾ എന്ത് ചെയ്യും? അവർ വീണ്ടും ജയിലിൽ ആൾക്കാരെ നിറയ്ക്കാൻ നോക്കും. ആൾക്കാരെ കൂടുമ്പോൾ വീണ്ടും അവർ പുറത്തിറക്കും. ജയിൽ 50% എന്തോ ഓക്യുപ്പൈ ചെയ്യണമെന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. എപ്പോഴും 50% നിറഞ്ഞിരിക്കണം അവിടെ ജയിലിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കേസ് വരുത്തി നിങ്ങളുടെ നിയമങ്ങളൊക്കെ മാറ്റി മറിച്ച് നിങ്ങളെ എങ്ങനെയെങ്കിലും അതിനകത്ത് കൊണ്ടുവരും. അത് മിടുക്കന്മാരാണ്. അവിടെയാണ് ഞാൻ എന്തോ പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് പോകും. ഞാൻ കുറേ കാട് കയറി പോകുന്നത് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ ഞാൻ എക്സാമ്പിൾ പറയാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പിന്നീടൊരു ഹിസ്റ്ററി ഉണ്ടായിട്ടല്ല കരയേണ്ടത്. നിങ്ങളിപ്പം തിരിച്ചറിയണം, നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ. അതും ക്യാപിറ്റലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റ് ടെറർ ഉണ്ടെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകൾ അടിച്ചൊരുക്കി ഇപ്പോൾ ഇസ്ലാമിൻ്റെ പുറകെ വരുന്നു. ഇനി അടുത്ത ആരുടെ പുറകെ പോകുമെന്ന് അറിയത്തില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകൾക്ക് എപ്പോഴും അധികാരം വേണം, അവർക്ക് ആ പൈസ അങ്ങനെ നിൽക്കണം. പാവങ്ങളെ അടിച്ചമർത്ത് ചവിട്ടിത്താക്കണം. സാധാരണക്കാരൊന്നും നിൽക്കത്തില്ല. പണക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇപ്പോൾ ബിൽഗേറ്റ്സൊക്കെ പോലെ അവർക്ക് മാത്രം പറ്റും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുത്തിവെച്ച വാക്സിൻ അത് ജൂതൻ്റെയാണ്. ആസ്ട്രസെനിക്ക, ഫൈസർ, അതിൻ്റെയൊക്കെ ഡയറക്ടേഴ്സ് ജൂതനാണ്. നിങ്ങൾ നോക്കിയോ? അത് പറഞ്ഞൊരാളെ കൊന്നു. അയാൾ പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ അയാളെ കൊന്നു. ഇപ്പോൾ ചോദിക്കുന്ന എല്ലാവരും പറഞ്ഞു നിങ്ങൾ അയാൾ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും? ഇല്ല, മരിച്ചു. എല്ലാവരും പറഞ്ഞ സാധനമാണ്. കാരണം കൊലപാതകമാണ് സത്യം പറഞ്ഞാൽ കൊല്ലുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആസ്ട്രാസെനിക്ക പോലുള്ള കമ്പനികളെല്ലാം അപ്പം വിചാരിക്കും ചൈനയാണെന്ന് ഉണ്ടാക്കി വെച്ചത്. എനിക്ക് തോന്നുന്നില്ല ചൈനയാണെന്ന്. എനിക്ക് തോന്നുന്നു വേറെ എവിടുന്നോ വന്ന സോഴ്സാണ് ഈ സാധനം. അത് എന്തിനോ വേണ്ടിയിട്ടാണ്. ഇപ്പം ഡിജിറ്റൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു സാധനം UK ഇങ്ങനെ പോപ്പുലറായി വരുന്നുണ്ട്. അവർ ചുമ്മാതെ ആൾക്കാരിങ്ങനെ കോട്ടും വെസ്റ്റും ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കൊണ്ട് ഇറക്കി വിടും. അവരിങ്ങനെ കയറി വരും. അപ്പോൾ ആൾക്കാർ ത്രെറ്റാന്ന് വിചാരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ ആൾക്കാരിങ്ങനെ വരുന്നു, നമുക്ക് ഇവരെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ ചിപ്പ് വരണം, നിങ്ങളുടെ ഇവിടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ചിപ്പുണ്ട്, നിങ്ങളെ എപ്പോഴും ഞങ്ങൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുണ്ട്. എന്ന് വെച്ചാൽ അതിനുവേണ്ടി വാദിക്കുകയാണ്. അതായത് ഡിജിറ്റൽ ഐഡൻറ്റിറ്റി വേണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതിന് വേണ്ടിയിട്ട് ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാക്കും ആൾക്കാരെ ഇതിൻ്റെ പേരിൽ. എന്ന് വെച്ചാൽ ഇലുമിനാറ്റി എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുകയാണെങ്കിൽ കുറേയിലേ പോകണം. ഞങ്ങൾ ആൻറ്റിക്രസിലൊക്കെ പോകേണ്ടി വരും. പുല്ല് കുറേ ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഐഡൻറ്റിറ്റി ഇങ്ങനെ കൊണ്ടുവരണം. അതാണ് ഇവർ ഉദ്ദേശിക്കുന്ന സംഭവം, സെൻട്രൽ ഐഡൻറ്റിറ്റി കൊണ്ടുവരിക. അതിനുശേഷം പിന്നെ സർവൈവ് ചെയ്യുക. ഇപ്പം ലക്സംബർഗിലൊരു ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു റൗട്ടറുണ്ട്. ആ റൗട്ടറിനകത്ത് ഇസ്രായേലി സോഫ്റ്റ്വെയറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങളുടെ കൂടെ പോകുന്ന ട്രാഫിക് മുഴുവൻ ഞങ്ങൾക്ക് ഇനി കാണണം എന്നാണ് പറയുന്നത്. അത് ലക്സംബർഗിൽ വന്നു. അത് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങളെ പിന്നെ സർവൈവ് ചെയ്യും. ഇതിപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ പറയാണ് നിങ്ങൾ ഇനി അത് അവരുടെ സാധനം മാത്രം വാങ്ങിച്ചു വെക്കാൻ പാടുള്ളൂ, വേറെ വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ച് നമ്മളെന്ത് പെട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുക, ഫോൺ ഉപയോഗിക്കുക, പോയി എവിടെയെങ്കിലും മാറിയിരിക്കുക. അതേ ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ്. ഇപ്പോൾ ഒരു ടിക്ടോക്ക് വാങ്ങി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എടുത്ത് കളയാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിന് പപ്പറ്റാണ്. നിങ്ങൾ അവർ പറയുന്ന പോലെ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നുമില്ല. അനുസരിച്ചോണം. അപ്പോൾ തിരിച്ചു വരുന്നു. ഞാൻ പറയുന്നു എന്തുകൊണ്ട് BJP കേരളത്തിൽ വരില്ല എന്ന് ചോദിച്ചാൽ കേരളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നു 100% ഉണ്ട്. കേരളത്തിൽ BJP വരും. പക്ഷേ അതിന് പ്രിക്കോഷൻസ് ഉണ്ട്, എടുക്കേണ്ട തീരുമാനമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് BJP വരുന്നില്ല എന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്, ഫാസിസത്തിന് പ്രതികരണം ആവശ്യമില്ല, ഫാസിസത്തിന് സപ്പോർട്ടും വേണ്ട. ഒരു 2 പേരുണ്ടെങ്കിൽ തന്നെ ഫാസിസം നടക്കും. മതി, 2 പേര് മതി. പക്ഷേ മറ്റുള്ളവർ മിണ്ടാൻ പാടില്ല. അവർക്ക് ഈ പറഞ്ഞ സ്പോർട്സ്, ക്രിക്കറ്റ് അതിൻ്റെ പുറകെ പോകണം. അവർക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടാവും. ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവിടുത്തെ അറിയാമല്ലോ, ലാറ്റ്വിയയിൽ പറഞ്ഞത് എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ എന്തിനു ചെയ്യണം? ആരെങ്കിലും വന്നാലും നമുക്ക് എന്താ, ഞങ്ങളുടെ ജീവിതം നടക്കുന്നുണ്ട്. അവിടെയാണ് ഫാസിസം. അതായത് നിങ്ങൾ അനങ്ങരുത്, നിങ്ങൾ പ്രതികരിക്കരുത്, നിങ്ങൾ മിണ്ടാതിരിക്കണം. ഞാൻ കണ്ടത് ടാക്സ് ഇല്ല, പക്ഷെ വേറെ എല്ലാ പ്രോഡക്റ്റിനും ടാക്സ് ഉണ്ട്. ബിയറിനില്ല. കാരണം ഇവർക്ക് ബിയർ മതി, ബിയറും ബ്രെഡും മതി. ബ്രെഡിന് വിലയില്ല, 49 സെന്റ് ഉള്ളൂ ഇപ്പോഴും. അപ്പം ആ സെന്റ് കിട്ടും. അപ്പം അവർക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട്, അവർ പട്ടിണി നടക്കത്തില്ല. സോ ദേ ആർ സേഫ്, ഫാസിസം വരുന്നില്ല.
കേരളത്തിൻ്റെ അവസ്ഥ അതല്ല. കേരളം എല്ലാവരും പറയും ഞങ്ങൾ സാക്ഷരതയിൽ 1-ാം നമ്പറാണ്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ടാണ്. പൊട്ടത്തരാണ് പറയുന്നത്. വിദ്യാഭ്യാസം ഒരു അടിസ്ഥാനമല്ല ബി ജെ പി വരുന്നതിന്. ബി ജെ പി വരാത്തതിൻ്റെ പ്രധാന അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ ഹാർമണിയാണ്. നമ്മൾക്ക് ഓണത്തിൽ നമ്മൾ എല്ലാവരെയും കൂട്ടും. ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഉത്സവമാണ്. ഊഞ്ഞാലാടുന്ന സമയത്ത് ഇപ്പോൾ ഇല്ല, എന്നാൽ നമുക്ക് ഊഞ്ഞാലാടുന്ന സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിൻ്റെ ചുറ്റും കൂടുന്നത് പല മതക്കാരാണ്, വലിയവരും ചെറിയവരും കുട്ടികളും എല്ലാം ഉണ്ട്. അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു ഊഞ്ഞാലിൻ്റെ സൈഡിലായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ ചക്ക കഴിക്കാൻ വരുന്നത് അപ്പുറം വീട്ടിലെ വിളിക്കൊന്നും വേണ്ട, മണം അടിച്ചാൽ മതി, ഇനി പോരും. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പിണങ്ങ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി മുറിച്ച് വെക്കുന്ന കഷ്ണം അവർക്ക് വേണ്ടി അന്നേരം കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കുക. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലാണ് ചക്ക 2-3 പ്ലാവുണ്ട്, മറ്റുള്ളവർക്ക് ഇല്ലാത്ത വീടുകളിൽ ഞങ്ങൾ കൊണ്ടു കൊടുക്കണം, ബാധ്യതയാണ് ഞങ്ങളുടെ. ആ ഒരു കമ്മ്യൂണൽ ഹാർമണിയിൽ നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ചവിട്ടിപ്പുറത്താക്കുന്നത്? എൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. ഞങ്ങളുടെ വീട്ടിൽ കേക്ക് കൊണ്ടുവരണമെന്ന് അവർക്ക് ക്രിസ്മസ് ആണെന്ന് ഞങ്ങൾ പറയണ്ട. അവർ പള്ളിയിൽ പോയി വന്നാൽ വരുന്ന വഴിക്ക് അവരുണ്ടാക്കുകയോ അല്ലെങ്കിൽ കടയിൽ നിന്നോ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. അമ്പലങ്ങളുണ്ടായി ഇപ്പം കഴിഞ്ഞാൽ പൊങ്കാല നടന്നു കഴിഞ്ഞാൽ അമ്പലങ്ങളിലെ പായസം ഞങ്ങളുടെ വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മളാരും പറയണ്ട. വരുന്ന വഴിക്ക് ഞങ്ങളുടെ വീട്ടിലൊരു ഫാമിലി, ഞങ്ങളുടെ വല്യമ്മ കടയിലുണ്ടായിരുന്ന സമയത്ത് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്നു. ഒരു സ്കൂട്ടറിലാണ് പോകുന്നത്. സ്കൂട്ടറിൽ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കയറി അപ്പോൾ ഞങ്ങളുടെ ഉമ്മായിക്ക് സുഖമാണോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് ഭക്ഷണം കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അവസാനം വയ്യാതെ വന്ന് കിടപ്പിലായി. കാണാൻ വേണ്ടി വന്ന്, കാണുന്നില്ലല്ലോ എവിടെയെന്ന് ചോദിച്ചിട്ട് അകത്ത് കയറി വന്ന് അവർ കണ്ടിട്ടാണ് പോയത്. മരിപ്പിനും വന്നെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, തൊഴിലുറപ്പ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ സാധാരണ ജീവിതങ്ങളാണ്, അല്ല അവിടെ പോയിട്ട് നമ്മൾ രാഷ്ട്രീയം പറയത്തൊന്നുമില്ല. അപ്പോഴാണ് മറ്റേ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു ഗ്രാമസഭ ഉണ്ടാക്കുന്ന അയാൾ പറയുന്നത് മാത്രം കേട്ടിരിക്കുന്ന പൊട്ടണമോലിരിക്കുന്ന ആൾക്കാർ പറയുകയാണ് നിങ്ങൾ അപ്പുറത്തെ ആളോട് കളിക്കാൻ പോരുത്, ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ്, അവർ നിങ്ങളെ കൊല്ലും. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ ഞങ്ങൾ കളിക്കുന്ന മൈതാനം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഇതിലുള്ള. അപ്പോൾ ആ അമ്പലത്തിന് ആ മൈതാനത്ത് ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കളിക്കുന്നതിനകത്ത് എല്ലാവരും വരും, RSSകാർ വരും, ഹിന്ദുക്കൾ വരും, ക്രിസ്ത്യൻസ് വരും, എല്ലാവരും അറിയാലോ. കളിക്കുന്നതിനകത്ത് നമ്മൾ ആ ഒരു പാഷൻ മാത്രമേ ഉള്ളൂ. കളിക്കുന്നതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങളിവിടെ കളിക്കരുതെന്ന് പറഞ്ഞു, ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അവർ വെച്ചു ഞങ്ങൾ കളിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പം അവരെ എതിർത്തു, അവർ വിമർശിച്ചപ്പോൾ അവർ പോയി. എന്നിട്ട് പിന്നീട് വന്നപ്പോൾ മറ്റേ കളിക്കാൻ വന്ന RSSകാരങ്ങ് പോയി, അവരെ കാണാനില്ല. എന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ മനുഷ്യരാവും, നിങ്ങൾ ഡോണ്ട് മെർജ് വിത്ത് ദം, നിങ്ങൾ മനുഷ്യരായി പോയാൽ ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങളുടെ സ്ഥാനം പോവും, അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് അടുക്കരുത്, ഫ്രണ്ട്ഷിപ്പ് പാടില്ല. കാരണം നിങ്ങൾ പിന്നെ ഷെയറിങ് പഠിക്കും, കെയറിങ് പഠിക്കും. ഇന്നാൾ ഞങ്ങളുടെ നാട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ ഇത് അവനെൻ്റെ കൂടെ പഠിച്ചവനാണ്, അവനെ വിട്ടേക്ക്, അവനൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞൊരുത്തുണ്ട്. എന്നാൽ മറ്റവനെ അടിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ പഠിച്ചത് കൊണ്ട് മാത്രമാണ് അവനെ വെറുതെ വിട്ടത്. എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരും അവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരാവും. അതുകൊണ്ട് BJP എതിരാണ്. കേരളത്തിൽ അത് നടക്കില്ല, കേരളത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ വേൾഡ് വരുന്നു. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞത്. അത് BJP വളർത്താനുള്ള പരിപാടിയാണ്, ഫാസിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ എല്ലാവർക്കും ഫോണുണ്ട്. 251 251 ഫോണൊക്കെ അറിയാമല്ലോ, ആർക്കും കിട്ടിയിട്ടില്ല. കോടികളുടെ തട്ടിപ്പാണ്, ആരും അറിഞ്ഞിട്ടില്ല, മിണ്ടിയിട്ടില്ല. മിണ്ടാൻ പറ്റില്ല. 250 പോള്, മറ്റൊരു കോക്കുമ്പോൾ വലിയൊരു കൂമ്പാറ, €1 വെച്ച് ജനങ്ങൾ മുഴുവൻ എത്ര കോടികളായില്ലേ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് രൂപയായി. അങ്ങനെ വരുന്ന സമയത്ത് 200 അപ്പോൾ എങ്ങോട്ട് പോയെന്ന് അറിയാമല്ലോ, ആരാ ഫണ്ട് ചെയ്യുന്ന അറിയാം. അപ്പോൾ പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഡിജിറ്റൽ വേൾഡ് കൊണ്ടുവരാം, എല്ലാവർക്കും ഫോൺ ആയിക്കോട്ടെ, നല്ലതല്ലേ, നിങ്ങൾ കറൻസിയിൽ എല്ലാവരും ടാപ്പ് ചെയ്താൽ മതി, കാർഡ് കണക്ഷൻ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മൂലയ്ക്ക് സ്ഥലമുണ്ട്. പിന്നെ നിങ്ങളുടെ വീടുകളിൽ പോലും പൊളിറ്റിക്സ് ഇല്ല, നിങ്ങൾ സംസാരിക്കുന്നതും എല്ലാം ഇതിനകത്താണ്. ചിലർ വന്ന് പറയും അമ്മാവന്മാരുടെ ഉണ്ട് കണ്ടോ ഫ്രൂട്ടിയിൽ വെള്ളം ഇപ്പോഴും പറയുന്നുണ്ട്, ഫ്രൂട്ടിയിൽ മറ്റേ കലക്കുക കുടിക്കല്ല, ഫ്രൂട്ട് കുടിക്കുക എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട്. കാരണം അവർക്ക് അത് മതി. അവരെ സംബന്ധിച്ച് ഭയങ്കരമായ തെറ്റിദ്ധരിപ്പിക്കും. ഇപ്പോൾ പള്ളിയിൽ ഉസ്താദൊക്കെ പറയത്തില്ലേ നിങ്ങൾ കമ്മലും മാലയും ഊരിത്തരൂ, ഞങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പറയുമ്പോൾ എല്ലാ ഊരിയും കൊടുക്കും. വീട്ടിൽ വരുമ്പോൾ തിരിച്ചറിയുന്നത് പറ്റിച്ച പണി വാളി പൈന്ന് പോയെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഇവർക്ക് പെട്ടെന്നൊരു ഇമോഷൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവർ വിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൂടെയൊക്കെ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ അവർ പെട്ടെന്ന് വിശ്വസിക്കും. അപ്പം സെൻട്രലി ആയിക്കഴിഞ്ഞാൽ എന്താ ഗുണം? പിന്നെ ഇനി സെർവർ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നാൽ മതി. ഏത് ഫേസ്ബുക്കിൻ്റെ സെൻട്രലൈസ് സെർവറിൽ നിന്ന് വരുന്ന നിങ്ങളുടെ അൽഗരിതമാണ് നിങ്ങൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങളെ ട്രംപ് 2 തവണ വിജയിച്ചു. ഒന്ന് എക്സ് ഹെൽപ്പ് ചെയ്തു, ഇലോൺ മസ്ക് ഹെൽപ്പ് ചെയ്തു, ഒന്ന് സക്കർബർഗ് ഹെൽപ്പ് ചെയ്തു.
ട്രംപിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം കാണിച്ചു. ട്രംപിൻ്റെ ഇവിടെ വെടിവെറ്റു എവിടെ അങ്ങനെ ചെവിയിലൂടെയൊക്കെ തോക്ക് വെടിവെന്റ് പോകുക എവിടെ ഇത് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലും അതേപോലെ ശ്രമിക്കുന്നത്. എയിംസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അഡ്വാൻസ്ഡ് ഇൻ്റലിജൻസ് മെസ്സേജിങ്സ് ഓഫ് എന്താണ് അത് ഇസ്രായേലി പ്രോഡക്റ്റാണ്. ഇസ്രായേലിൻ്റെ പ്രോഡക്റ്റ് എന്താണ്, അവർക്ക് ചെടിക്കച്ചവട ഈത്തപ്പഴം കച്ചവടം ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഈ രാജ്യം ഇങ്ങനെ വളരുമോ? അവർ ടെക്നോളജിയാണ് സെല് ചെയ്യുന്നത്. എന്ത് ടെക്നോളജി? മനുഷ്യന്മാരെ കൊല്ലാനുള്ള ടെക്നോളജി, ബോംബ് ഉണ്ടാക്കുക, ആൾക്കാരെ. ഇപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് പാലസ്തീൻ്റെ ഒപ്പമാണ്? എന്തുകൊണ്ട് BJPയുടെ നിലപാട് ഇസ്രായേലിൻ്റെ കൂടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലല്ലേ ഈ പറഞ്ഞ ഇവരെ ജയിപ്പിക്കുന്നത് 3 തവണയല്ലേ? വോട്ടിംഗ് മെഷീൻ ടാമ്പറിങ് ആരാണ് ചെയ്യുന്നത്? ഇപ്പം അത് നമ്മൾ പറഞ്ഞു കള്ളവോട്ട് ഇപ്പം അത് തെളിഞ്ഞില്ലേ? എന്നിട്ടും ആരും പ്രതികരിക്കുന്നില്ലല്ലോ വോട്ട് ചോരി എന്ന്. അത് ആരാണ് കൊടുക്കുന്നത്? ഇവർ പറഞ്ഞത് പുറത്തുനിന്നൊരു ഡിവൈസ് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത്. ആരാണ് ആ ടെക്നോളജി ഉണ്ടാക്കിയത്? ഇസ്രായേലാണ്. എയിംസിന് ടെക്നോളജി ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫേക്ക് ഫോളോവേഴ്സ് ഉള്ള നരേന്ദ്രമോദിക്കാണ്. ആ സിസ്റ്റം ഉണ്ടാക്കുന്നത് ഫേക്ക് പ്രൊഫൈൽസാണ്. മില്യൺസ് ഓഫ് ഫേക്ക് പ്രൊഫൈൽസ് ഒറ്റ അടിക്കാൻ ഉണ്ടാക്കിക്കളാൻ. നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, അവരുണ്ടാക്കി തരും. അതിലൂടെ പിന്നെ നമ്മളിങ്ങനെ ഞാനൊരു ഇതിട്ടു കേട്ടോ, ഔഷ്വിറ്റ്സിൽ പോയതിൻ്റെ വിഷമം ഞാൻ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടു. അതിൻ്റെ താഴെ പറഞ്ഞ് പലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ടാഗ് ഇട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഒരു ജൂയിഷ് ലാംഗ്വേജിൻ്റെ ഒരു പ്രൊഫൈൽ. ഞാൻ അതാണ് പറഞ്ഞത്, യു ഡോണ്ട് ഹാവ് ടു ബി എ മുസ്ലിം ടു സപ്പോർട്ട് പാലസ്തീൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കോട്ടാണ്. നിങ്ങളുടെ ലോ ക്ലാസ് ടെററിസം എന്ന് പറയുന്നത് എത്രയും നിലപാട് പറഞ്ഞ സാധനം പറഞ്ഞല്ലോ. അയാൾ എൻ്റെ മലയാളത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്ന് പറയുകയാണ്, നിങ്ങളെന്തിൻ്റെ കാര്യം ഒക്ടോബർ 7 നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞൊന്നും അയാൾക്ക് മനസ്സിലാകുന്നില്ല, കാരണം ഞാൻ മലയാളത്തിലും സംസാരിക്കുന്നു. അയാൾ അറിയാമല്ലോ നമുക്ക് ഫേക്ക് പ്രൊഫൈൽ അതിനുവേണ്ടി ഉണ്ടാക്കിയത്. ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ ടാഗ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ ടാഗ് എവിടെ കാണുന്നു അതിൻ്റെ താഴെ പോയി ഒക്ടോബർ 7 ഇടുക. ബോട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പൈസ കൊടുത്തിട്ടേക്കുന്നൊരു സാധനം, 100 ഫോളോവേഴ്സ് ഉള്ളൊരു ചാനൽ. അതിൻ്റെ പുറകെ പോയി പിന്നെ നിങ്ങൾ അടിച്ചു അവസാനം പറയുന്നത് അറിയാം, നിങ്ങളുടെ മുഹമ്മദ് അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഈവിളിൻ്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞപ്പം ചാച്ചിപ്പറ്റി പറഞ്ഞ ഒരെണ്ണമാണ്, നിങ്ങളുടെ ബെസ്റ്റ് ഫിഗേഴ്സിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യും. നമ്മളുടെ അത് ബെസ്റ്റ് ഫിഗർ പ്രവാചകനാണ്. പ്രവാചകൻ പിഡോഫൈലല്ലേ, പ്രവാചകൻ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, കൊലപാതകം ചെയ്തില്ലേ എന്ന് പറഞ്ഞുണ്ടാക്കി അത്രയും വെറുപ്പ് പറയും. അപ്പം നമ്മൾ പറയും നിർത്തിപ്പോടോന്ന് പറയുമ്പോൾ പറയും നിങ്ങൾ ഇസ്ലാം ഇങ്ങനെ, നിങ്ങൾ ആശയങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല, നിങ്ങൾ ലാസ്റ്റ് പുറത്താക്കുക. അതാണ് അവരുടെ നിലപാട്. അവരങ്ങനെയാണ് ഈ പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. ഇസ്ലാം ഇങ്ങനെയാണ് കേട്ടോ എന്ന് വെച്ചാൽ എത്രയോ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൊവൊക്കേഷനിലേക്ക് എത്തിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഡിജിറ്റൽ വേൾഡ് ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ വീട്ടിലെത്തും, നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വീട്ടിലെത്തും. നല്ല കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മുത്തലാഖ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ, വേറെ ആർക്കും അയാൾക്ക് വേറെ കൺസേൺ ഒന്നുമില്ല. ഇസ്ലാമിനെ ഒന്ന് നന്നാക്കിയെടുക്കണം അവർക്ക്. മുത്തലാഖുകൾ സ്ത്രീകൾ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്, അതേപോലെ ഇസ്ലാമിൽ ഒരുപാട് അനാചാരങ്ങളുണ്ട്, അതൊക്കെ നിർത്തലാക്കണം. ബാക്കിയൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇസ്ലാമിനെ നന്നാക്കാനൊക്കെ പ്രധാനമന്ത്രി അപ്പോൾ നമുക്ക് കടപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന് അയാൾക്ക് കൃത്യം വണക്കം. മൈക്രോ ഫാമിലിയിലേക്ക് പോകും. നേരത്തെ പറഞ്ഞ പോലെ കിൻഡർ ഗാർഡനിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ അവർക്ക് ഫോണിലൂടെ ചെയ്യാം, കുട്ടികളിലേക്ക് എത്തിക്കുന്നു. കുട്ടികൾ രാഷ്ട്രീയത്തെ അറിയേണ്ട ആവശ്യമില്ല, അരാഷ്ട്രീയവാദം വേണം, അവർ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടരുത്, അതായത് രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, അതിലൂടെ ഫാസിസം വരിക. അപ്പോൾ കുട്ടികൾ പറയും ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ എന്തെങ്കിലും ഗുണമുണ്ടോ അയാളെ കൊണ്ട്, എന്തിനാണ് നിങ്ങൾ ആരെങ്കിലും ഇലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ്. പിന്നെ പറയുന്നത് ഞങ്ങൾ എന്തിനാണ് ഇത് ഉപദ്രവിക്കുന്നത്, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയത് എന്തിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ BJP വരാനുള്ള സാധ്യത ഒരുപാടുണ്ട് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ. കാരണം എൻ്റെ അയലത്ത് കിടക്കുന്ന താമസിക്കുന്ന ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു മറ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ ആ ഒരു ഗുജറാത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ പോലും അതിനേക്കാട്ടിൽ എത്രയോ മുകളിൽ നിൽക്കുന്ന സംസ്കാരമുള്ള നമ്മുടെ നാട്ടിൽ ആ മറ വരുന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരെ കാണുമ്പോൾ ചിരിക്കണ്ട. മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ അവരെ ഞങ്ങൾ ഉത്സവത്തിന് പോകുമായിരുന്നു. ഉത്സവത്തിന് പോകുമ്പോൾ ഞങ്ങളാണ് ആദ്യം ഗാനമേളയാണ് ആദ്യത്തെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾ നല്ല മുസ്ലിം ഇപ്പോൾ അവർ പറഞ്ഞു ഇനി വേണ്ട, നമുക്കൊരു താല്പര്യമില്ല, നമ്മളെ കണ്ട ആരും മിണ്ടില്ല. കാരണം അമ്പലപ്പറമ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. നിങ്ങൾ ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുറച്ചു നോക്കും, ഇവരൊക്കെ ഇതിനകത്ത് വരാൻ തുടങ്ങിയോ എന്നൊക്കെയുള്ള രീതിയിൽ നോക്കും. പക്ഷേ പണ്ട് കാലത്ത് നമ്മളെന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പിൽ 10 ദിവസം പോയി കിടക്കുന്നത്, വെടിക്കെട്ട് കാണാൻ വേണ്ടി 10 ദിവസം ആദ്യം മൂലം അങ്ങോട്ട് കിടക്കും. ഞങ്ങൾക്ക് വിഷുവിലാണ് നടക്കുന്നത്. ആദ്യം മൂലേ പോയി നമ്മൾ നോക്കി നിൽക്കുന്ന സാധനം ഇപ്പം നമുക്ക് കാണാനൊരു താല്പര്യമില്ല. എന്ന് വെച്ചാൽ വെറുപ്പ് നമ്മളിലേക്ക് ഇട്ട് കഴിഞ്ഞു. നമ്മുടെ അയലത്തുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പം മിണ്ടത്തില്ല, അല്ലെങ്കിൽ അവർ അകത്ത് TV കാണുന്നതായിരിക്കും. ഇപ്പം പുറത്ത് നടക്കുന്നൊരു കാര്യം പോലും ഒരാൾക്കും അറിയില്ല. അപ്പം നരേന്ദ്രമോദി അവർ ഹിന്ദുത്വ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ദേ ഹാവ് ഡൺ ദി
എന്താ പറയുക, അവര് space ചെയ്തു കഴിഞ്ഞത് ഒരു വിള്ളലുണ്ടായി കഴിഞ്ഞു കേരള സമൂഹത്തിൽ. ഇനി ചിന്തിക്കേണ്ടത് അവർ തിരിച്ചറിവുണ്ടാകലാണ് ഇത് ഒരു മാൽ പ്രാക്ടീസ് ആണ്, അല്ലെങ്കിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യലാണെന്ന് മനുഷ്യന്മാർ തിരിച്ചറിയണം. അതാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇനി തിരിച്ചറിയേണ്ട കാലമുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ഇൻ്റർനെറ്റിലൊക്കെ തപ്പാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഉള്ളൂ പടച്ചോനെ, ഈ പറഞ്ഞ കമ്പനിയൊക്കെ തുടങ്ങി ഒരാൾ ഇനിയപ്പോൾ നമ്മളെ ടേക്ക് ഓവർ ചെയ്തേക്കാം അല്ലേ. ഉദാഹരണം, ഞാൻ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ ഈ പറഞ്ഞതുപോലെ ഐഡിയ അങ്ങനെ ഹിറ്റായി ഏതെങ്കിലും തരത്തിലൊരു പ്രയോജനപ്പെടുന്ന സാധനമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് വരും. അതെ. ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം നമ്മളെ ആയിരിക്കത്തില്ല, നമ്മളുടെ പ്രോഡക്റ്റിനായിരിക്കും. അതിനുശേഷം പിന്നെ അവർ നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഇത് ചെയ്യണം, ചെയ്യരുത്. ഇപ്പോൾ വോൾട്ട് 7 എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അത് ഒരു അമേരിക്കൻ CIA ഏജൻറ്റ് അമേരിക്കയുടെ സിസ്റ്റം അയാൾ അവിടെ വർക്ക് ചെയ്യുന്നതായിരുന്നു. അതിൻ്റെ പേരിൽ അയാൾ സമൂഹത്തിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്റ് പുറത്തൊക്കെ ഇറങ്ങി 2007. അത് വിക്കിലീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അസാഞ്ചസിൻ്റെ അതിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അതിൻ്റെ പേരിൽ അസാഞ്ചസിനെ അറസ്റ്റ് ചെയ്തു. അയാൾ ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങി തോന്നുന്നു. മറ്റേ ആളെന്ത് ചെയ്തു, ഈ പറഞ്ഞ ചാരവൃത്തി കേസിനകത്ത് അകത്തിട്ടു. അതുപോലെ ഒരു പിഡോഫൈൽ കേസ് ഇങ്ങോട്ട് തലയ്ക്ക് വെച്ച് കൊടുത്തു. അത് ഒരു ട്രെൻഡാണ്. ഞങ്ങളുടെ എല്ലാവർക്കും ഒരു ട്രെൻഡാണ്. എന്ന് വെച്ചാൽ പാറ്റേൺ ആണ്. അതെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ. അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ വൃത്തിയോട് ആണെങ്കിൽ മനസ്സിലാക്കുക. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കേസിൽ പെടുത്തുക, പറഞ്ഞ എല്ലാ EDO ഇട്ട് പരിപാടി ചെയ്യുന്ന പോലെ FPO വിടുന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, വോൾട്ട് 7 എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്ററി ആദ്യം പബ്ലിഷ് 2000. അതിൽ പറയുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്, നേരത്തെ പറഞ്ഞ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർനെറ്റ് പ്രൊവൈഡറിൻ്റെ കാര്യം ഞാൻ പറയുന്നുകൊണ്ട് പറയുകയാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ, നിങ്ങളുടെ വീട്ടിലെ TV, നിങ്ങളുടെ TV സ്പീക്കേഴ്സ്, നിങ്ങളുടെ കാറ്, ഓട്ടോമാറ്റിക് ഡ്രൈവുള്ള കാറ്, അതെല്ലാം നിങ്ങളുടെ ഏതെങ്കിലും കാറ്, നിങ്ങളുടെ കാറിലേക്ക് ഇലക്ട്രോണിക് സിസ്റ്റം വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്ന് വെച്ചാൽ ലോകത്തുള്ള ഏതൊരു ഡിവൈസും ഞങ്ങളുടെ കൺട്രോളിലേക്ക് വരുന്നൊരു സകാലമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ TVയിലെ സ്പീക്കർ അത് മൈക്രോഫോണായിട്ട് ആക്ട് ചെയ്യാം. നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് ഇപ്പം നമുക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ബിസ്ക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നാളെ ആഡ് ചെയ്യുന്ന ബിസ്ക്കറ്റിനെ കുറിച്ചായിരിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ, ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ അതൊക്കെ വാലിഡാണ്. പക്ഷേ കുറച്ചുകൂടെ മുമ്പ് പറയാമെങ്കിൽ പറ്റില്ലായിരുന്നു. നിങ്ങളുടെ വീട്ടിലെ സ്പീക്കർ നിങ്ങളുടെ സ്പൈ ആയിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു, അതൊക്കെ അത് ഫീഡ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ഈ വീട് പ്രോ മറ്റേതാണ്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ആൻറ്റി അമേരിക്കൻ ആണെന്ന് പറയുന്ന ഒരു കാറ്റഗറി രണ്ടായിട്ട് തിരുമിക്കും. അതിനുശേഷം ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഉള്ള വീടുകളിലേക്ക് പിന്നെ വരുന്നതെല്ലാം മറ്റേ ഫീഡായിരിക്കും. ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഫീഡുകളും. അതുപോലെ നിങ്ങളുടെ കാറുകളുടെ കൺട്രോൾ അവരിലേക്ക് പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊല്ലാൻ എളുപ്പമാണ്. നിങ്ങൾ എങ്ങോട്ട് ഡ്രൈവ് ചെയ്യണം, നിങ്ങൾ എങ്ങോട്ട് വെള്ളത്തിലേക്ക് പോകണോ, മരണത്തിലേക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. സെൽഫ് ഡ്രൈവിംഗ് കാറുകളെന്ന് പറഞ്ഞാൽ പോയി തീർന്നു. നിങ്ങൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ് എവിടെ പോയി ഇടിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്ത സിസ്റ്റത്തെ, കാരണം ഹാക്ക് ചെയ്യപ്പെടാവുന്ന സിസ്റ്റമാണ്. ഇലക്ട്രോണിക് സിസ്റ്റം എല്ലാം ഹാക്ക് ചെയ്യപ്പെടാം, കാരണം അതിനൊന്നും ട്രസ്റ്റ് ഒന്നുമില്ല. എപ്പോഴും ഇൻ്റർനെറ്റ് ട്രാഫിക് എപ്പോഴും നിങ്ങൾക്ക് ഈവ്സ്ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് സെൻട്രൽ പവർ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ സെൻട്രൽ പവറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇലുമിനാറ്റി. ഞാൻ അതുകൂടെ പറഞ്ഞ് നിർത്തുന്നു, ഇനിയും പോയി കഴിഞ്ഞാൽ എൻ്റെ തൊണ്ട പൊട്ടിപ്പോവും. ഇലുമിനാറ്റി എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമുക്കത് നിങ്ങൾ ഈ പറഞ്ഞൊരു ഐസ് വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. നമ്മുടെ ടോം ക്രൂസ് അഭിനയിച്ച സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് 1999 കണ്ടാന്ന് തോന്നുന്നു. ആ സിനിമ ഞാൻ വലിയ ഇത് ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള പടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കാണാൻ പോയത്. ഞാൻ വലിയ ഇൻട്രസ്റ്റോടെ പോയി കണ്ട സിനിമയാണ്. കാരണം ആ സിനിമ സംവിധാനം ചെയ്ത ആൾ ക്യൂബ്രിക്. ആൾ സിനിമ റിലീസാവുന്നതിന് മുമ്പ് ഫസ്റ്റ് കട്ടിലെന്തോ ആണ് അയാൾ മരിച്ചുപോയി. സ്വാഭാവിക മരണമാണ്, അയാൾ അറ്റാക്ക് കൊണ്ട് മരിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ റിലീസാവുന്നതിന് മുമ്പ് മരിച്ചു. അപ്പോൾ ഞാൻ മരിച്ചു, സാധാരണ മരിച്ചു, ഓക്കെ കുഴപ്പമില്ല, എന്നാലും പടം ഇറങ്ങിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു കണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ഇലുമിനാറ്റി പടങ്ങൾ അവർ ഇറക്കാൻ സമ്മതിക്കത്തില്ല. നേരത്തെ പറഞ്ഞ കാൻഡേ വെസ്റ്റ് പറഞ്ഞ പോലെ ഞങ്ങളുടെ മീഡിയ ഇൻഡസ്ട്രി മുഴുവൻ ജൂതന്മാർ ഭരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയത്തില്ല, അവർ ഫിൽറ്റർ ചെയ്യുമായിരിക്കുമല്ലോ. അപ്പം ഞാൻ നോക്കുമ്പം സിനിമ ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ ഒരു വിട്ട് കണ്ടു കാണത്തില്ല, സെൻസർ ചെയ്തിട്ടുണ്ടാവത്തില്ലെന്നായിരിക്കും. ഞാൻ സിനിമ കണ്ടു. സിനിമ കണ്ടപ്പോൾ ഒരു സിനിമ കുറേ ബോറിംഗ് ആണ്. ആദ്യത്തെ കുറേ സീനൊക്കെ ബോറിംഗ് ആണ്. അതിനുശേഷം 2.5 മണിക്കൂറുണ്ട്. കുറേയൊക്കെ അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അതിനുശേഷം ഒരു സ്റ്റേജിൽ അവരെന്ത് ചെയ്തു, അയാൾ വീട്ടിലേക്ക് പോകുന്നു, ഒരു മാൻഷനിലേക്ക് പോകുന്നു, സീക്രട്ട് സൊസൈറ്റിയുടെ മീറ്റിങ്ങിലേക്ക് പോകുന്നു. അവിടെ ആൾക്കാർ ഈ ഹുഡിയൊക്കെ ഇട്ടിട്ട് മാസ്കൊക്കെ ധരിച്ച് നിൽക്കുന്ന ഒരാൾക്കാരെ കാണുന്നു. അതാണ് ഇല്ലുമിനാറ്റിയെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു സാധനം. അതും ഇല്ലുമിനാറ്റി ഒന്നും പറയുന്നില്ല, അയാൾ ചുമ്മാ റെഫറൻസ് ഇട്ടു. അത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല, ഇല്ലുമിനാറ്റി ഒന്നും പറയത്തില്ല. ഞാൻ ആ സിനിമ കഴിഞ്ഞു. അത് നമുക്കൊരു പേടിച്ചാണ് കാണുന്നത്. ആ സീൻ്റെ അത്രയും ഒരു സൈലൻസ് ഒക്കെ ഉണ്ട് ആ സിനിമയ്ക്കകത്ത്.
അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സിനിമ കണ്ടു കഴിഞ്ഞു, ഞങ്ങൾ തീർന്നു. ഞാൻ വിചാരിച്ചു ഇനി ആ സീൻ വരുമായിരിക്കും, ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ വരുമ്പോൾ അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കഴിഞ്ഞു സിനിമ അങ്ങ് തീർന്നു. ഞാൻ വിചാരിച്ചു ഈ സിനിമയ്ക്ക് എന്താ പ്രശ്നമുണ്ടല്ലോ, ആൾക്കാരെല്ലാം പറയുന്നത് പോലെ അല്ല ഈ സിനിമ, എന്താ പ്രശ്നം, ഇത് ഇലുമിനാറ്റായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫിലിമിൽ പറഞ്ഞില്ലേ അങ്ങനെ കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഇലുമിനാറ്റ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോഴാണ് ഞാൻ പറഞ്ഞത് മരണമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഉദ്ദേശിച്ച സീനൊന്നും അതിനകത്തില്ല. സിനിമ ഇറക്കി, അത് ഇറക്കണമല്ലോ, കാരണം അയാൾ അതിൻ്റെ കൊന്നെന്ന് പറഞ്ഞ് ഇലുമിനാറ്റ് ഉണ്ടെന്നല്ലേ അർത്ഥം. അപ്പം സിനിമ ഇറക്കി അതിനകത്ത് കാണിക്കുകയും ചെയ്തു. പിന്നെന്താ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വരേണ്ട ഭാഗങ്ങൾ, അയാൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നുമില്ല, കുറേ ലാഗുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ടോം ക്രൂസും അത് വെളിപ്പെടുത്തിയിട്ടില്ല, അത് എന്താണ് അതിനകത്ത് സിനിമയിൽ കട്ടുപോയ ഭാഗം ഒന്നും പറയുന്നില്ല. എന്തോ ഉണ്ടായിരുന്നു, അത് റിലീസായില്ല. ഫിലിമിൻ്റെ സീനുകൾ റിലീസാക്കിയിട്ടില്ല. ഏതോ ഒരു ഭാഗ്യം പറഞ്ഞ് ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ ഒരു സാധനമുണ്ട്, അത് പറഞ്ഞ് നിർത്തി. സ്കൾ ആൻഡ് ബോൺസ് എന്ന് പറഞ്ഞിട്ടൊരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട്, പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിലും കണ്ട് തുടങ്ങി, യെയിൽ യൂണിവേഴ്സിറ്റിയിലും കണ്ട് തുടങ്ങിയെന്ന് തോന്നുന്നു, യെയിൽ യൂണിവേഴ്സിറ്റി. ആ സീക്രട്ട് സൊസൈറ്റിയിൽ അംഗത്വം ഉണ്ടായിരുന്ന ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് W. ബുഷ്, ജോർജ് ജൂനിയർ ബുഷ്, രണ്ടുപേരും ആ സ്കൾ ആൻഡ് ബോൺസിൽ അംഗത്വമുള്ളവരാണ്. സ്കൾ ആൻഡ് ബോൺസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്കൾ ആൻഡ് ബോൺസിലെ നേതൃത്വത്തിനെ കുറിച്ച് ആരും പറയത്തില്ല. അവർ കോളേജ് കഴിഞ്ഞിറങ്ങുമ്പോൾ ലാസ്റ്റാണ് പറയുന്നത് ഇയാളായിരുന്നു ഇത്ര നാൾ ഇത് നോക്കുന്നത്. അത്രയും സീക്രസി കീപ്പ് ചെയ്യുന്നൊരു സംഘടനയാണ് സ്കൾ ആൻഡ് ബോൺസ്, സീക്രട്ട് സൊസൈറ്റീസ്. മറ്റേ ഡാവിഞ്ചി കോഡിൽ പറഞ്ഞതുപോലുള്ള എന്താണ് ഓപ്പസ് ഡേ, ഇല്ലുമിനാറ്റി, ഇങ്ങനെ കുറേ പോകുന്ന സീക്രട്ട് സൊസൈറ്റികളുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ മെഗാ ഗ്രൂപ്പിൻ്റെ കൂട്ട് 2 തവണ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒത്തുചേരാറുണ്ട്. പക്ഷേ ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്സ് വരത്തില്ല കേട്ടോ, താഴേക്കടയിലെ ജൂതന്മാരൊന്നും വരത്തില്ല. ഈ പറഞ്ഞ കോടിക്കണക്കിന് ബിസിനസ് വാല്യൂ ഉള്ള അവർ മാത്രമേ വരുള്ളൂ. ഈ പിഡോഫൈൽസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ജൂതന്മാരെന്ന് അവർ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റി. അല്ലാതെ ഞാൻ പറഞ്ഞത് ഈ ജൂതന്മാരെല്ലാം കൂടെ പോയിരിക്കല്ല. അവർക്ക് ഉഗാണ്ടൻ ആഫ്രിക്കൻസിനെ വേണ്ട. ഉഗാണ്ടയാണ് അവർക്ക് കൊടുക്കാൻ പോയ രാജ്യം ഇസ്രായേലിന്, അവർക്കത് വേണ്ടായിരുന്നു. എന്നാൽ അത് വേണ്ടാന്നല്ല, അന്നത്തെ അവിടുത്തെ ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവർ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്കറിയാം ഇവരുടെ ഹിസ്റ്ററി, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോകുന്നത്. അർജൻറ്റീന പോയി, സിനായി പോയി, അങ്ങനെ കുറേ രാജ്യങ്ങൾ പോയിട്ടാണ് ലാസ്റ്റ് ബ്രിട്ടീഷുകാർ വിളിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങ് വാ, നിങ്ങൾക്ക് പണ്ടത്തെ രാജ്യമാണ്, നിങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമിയല്ലേ, ഞങ്ങൾ ഓട്ടോമൻ എംപയറിൻ്റെ ഇത് പിടിച്ചു വാങ്ങിച്ചേക്കുവാണ്, ഞങ്ങളാണ് ഇവിടെ പാലസ്തീൻ ഭരിക്കുന്നത്, അപ്പം ഞങ്ങൾക്ക് തരാം, നിങ്ങളിഞ്ഞ് വാ. ഫ്രാൻസും പറഞ്ഞു, ബ്രിട്ടനും പറഞ്ഞു നിങ്ങളിഞ്ഞ് വാ, ഞങ്ങൾ തരാം. അങ്ങനെ അവിടെ കൊണ്ടൊരു ബോംബിട്ടിട്ട് പോയി അവർ. പാകിസ്ഥാൻ ഇന്ത്യ പോലെ സുഡാൻ, നൈജീരിയ, ഏതാണ്ട് രാജ്യങ്ങൾ അവർ തമ്മിലുള്ള ഇതുപോലെ ഈ പറഞ്ഞ പോലെ തൊട്ടടുത്ത അയൽക്കാരെ മുഴുവൻ തമ്മിൽ തെറ്റിപ്പിക്കുന്ന പരിപാടിയുള്ള ഈ ബ്രിട്ടീഷുകാർ ചെയ്യാണ് നിങ്ങളിഞ്ഞ് വന്നോ, നിങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾക്ക് വാഗ്ദപ്പെട്ട ഭൂമിയല്ലേ, നിങ്ങളിഞ്ഞ് വന്ന് താമസിച്ചോ. പാലസ്തീനുകൾക്ക് പ്രശ്നമില്ല, അവർ നല്ല കുടുംബത്തോടു കൂടി പോയി. എന്നാൽ ഈ പറഞ്ഞ മെഗാ ഗ്രൂപ്പ് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കി. അവർ ഈ പറഞ്ഞ മതം കളിച്ചു. അപ്പം പറയുന്നത് മതമാണ് എല്ലായിടത്തും പ്രശ്നം എന്ന് പറഞ്ഞാൽ, എങ്ങനെ നിങ്ങൾ പറയണം ഇസ്രായേലാണ് പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഇസ്രായേലാണ് മതം പറയുന്നത്, ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങൾക്ക് എബ്രഹാം തന്നതാണ്, ഞങ്ങളുടെ ആയതാണ്, എത്രയോ വർഷം 3000 വർഷം പഴക്കമുള്ള സ്ഥലമാണെന്നൊക്കെ പറയുന്നതിൻ്റെ യോജിക്ക് ഇപ്പുറത്തെ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ എന്ന് പറയുമ്പോൾ അവരെ അല്ലേ നിങ്ങൾ മതത്തിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയേണ്ടത്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിൻ്റെ പറയാൻ പോകുന്നത്? എല്ലാം കണക്റ്റാണ്. ഇത് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അപ്പം ജൂതൻ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ആരെ പ്രതികരിക്കാൻ വരുന്നത്. പക്ഷേ ഇസ്ലാമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതികരണം ഉണ്ടാവും. ആ പ്രതികരിക്കുന്നതാണ് നമ്മുടെ സ്ട്രെങ്ത്. മറ്റുള്ളവർക്ക് പ്രതികരിക്കേണ്ട. അവരായിരിക്കും എന്നാൽ കുഴപ്പമില്ല. ഞാൻ ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം ഞാൻ ഒരു ക്രിസ്ത്യാനിറ്റി ഒരു കാര്യമുണ്ട്, ഒരു സെമിത്രിയായിട്ട് ബന്ധം, അത് ഓർമ്മിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. എന്ന് പറഞ്ഞതുപോലെ ഇവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഭൂമി കൊടുത്തിട്ടാണ് അവർ അവിടെ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ പോകുന്ന ഈ ഇസ്രായേലിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ ഉഗാണ്ടൻ അവർക്ക് വേണ്ട, അവരങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ വേറെ സോക്കോൾഡ് റൈറ്റ് വിങ് ആയിട്ടുള്ള ഈ പറഞ്ഞ സയണിസം എന്നാണ് പറയുന്നത്. RSS അല്ലല്ലോ ഹിന്ദുക്കൾ എന്നല്ല പറയേണ്ടത്, സയണിസം എന്നാണ്. ജൂതന്മാരല്ല, സയണിസ്റ്റുകൾ എന്നാണ് എൻ്റെ ഫാർ റൈറ്റ് വിങ്. തിയോഡർ ഹെസൽ ഉണ്ടാക്കിയ ആ സാധനം അയാൾ ഉണ്ടാക്കിയതല്ല, അതിന് മുമ്പേ പ്ലാനിങ് ഉണ്ട്, അയാളെ ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് നിർത്തുന്നു, അത്രേ ഉള്ളൂ. അപ്പം ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ബാക്കി എല്ലാവർക്കും ജൂയിഷ് സ്റ്റേറ്റ് വേണോ വേണ്ട അല്ല, എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ ബിസിനസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ജൂതന്മാരാണ്, ഞങ്ങൾക്ക് ഇസ്രായേലിലേക്ക് പോകണ്ട, ഞങ്ങൾക്ക് സമാനതയ്ക്ക് അമേരിക്കയൊക്കെ മതി, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഈ പറഞ്ഞ മെഗാ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ സീക്രട്ട് സൊസൈറ്റികൾക്ക് ഇതേപോലുള്ള ഹിഡൻ മീറ്റിങ്സ് ഉണ്ട്, ഹിഡൻ അജണ്ടകളുണ്ട്. ഇപ്പം ബിൽഗേറ്റ്സിൻ്റെ അജണ്ട അറിയാമല്ലോ, പോപ്പുലേഷൻ കുറയ്ക്കണം എന്നുള്ള അജണ്ട. അയാളാണ് വാക്സിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അയാൾ കുത്തിവെക്കുന്ന വാക്സിൻ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്?
എന്തു വിശ്വസിച്ചാൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞതുപോലെ വേൾഡ് അമേരിക്കൻ കണ്ണുകളിലൂടെ നിങ്ങൾ ഹോളിവുഡ് സിനിമകൾ കണ്ടതെല്ലാം നിങ്ങൾ മാറ്റിയെഴുതേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ ആ രാജ്യത്തെ സിനിമകൾ കാണുക. ഇനി പല സിനിമകൾ കാണുന്നുണ്ടല്ലോ. മെക്സിക്കൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഷെയ്ഡ് ഉണ്ടാവും, മഞ്ഞ ഷെയ്ഡ്. ബ്രസീലിയൻ എന്തുവാ മിഡിൽ ഈസ്റ്റ് കാണിക്കുകയാണെങ്കിൽ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്, അതുപോലെ അതിനൊരു വേറെ കളക്ടർ ഉണ്ട്. ഇന്ത്യ കാണിക്കുകയാണെങ്കിലോ അത് വേറെ രസമാണ്. സ്ലം ഡോഗ് മില്യൺ ഓസ്കാർ കിട്ടിയത് എങ്ങനെയാ? ഇന്ത്യ ഇത്രയും വൃത്തികെട്ട രാജ്യമാണെന്ന് കാണിക്കാൻ ലോകത്തോട് പറഞ്ഞ സാധനമാണത്. അമേരിക്ക കളിച്ചാണ്. എന്ന് വെച്ചാൽ സ്ലം ഡോഗ് മില്യണിന് ഓസ്കാർ കിട്ടിയ സിനിമകൾ നമ്മളെന്താ ലിസ്റ്റ് എടുക്കും. ആ ലിസ്റ്റിൽ സ്ലം ഡോഗ് മില്യൺ ഉണ്ടെങ്കിൽ ഇതെന്തായാലും കാണണമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഇത്രയും വൃത്തികെട്ടരാകണമെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങുന്ന കാര്യം സ്ലം ഡോഗ് മില്യണിനെ കണ്ടുകൊണ്ടാണ്. അതിന് ഓസ്കാർ കൊടുത്തത് അത് മനഃപൂർവ്വം കൊടുത്തതാണ്. നോബൽ പ്രൈസ് കൊടുക്കുന്ന ആൾ നല്ല മനുഷ്യനൊന്നുമല്ല. അയാൾ ചെയ്തത് ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആളാണ്. അയാൾ ദ മാൻ ഓഫ് ഡെത്തോ എന്നും കണ്ടാണ് വിളിക്കപ്പെടുന്നത്. അയാൾ കൊടുക്കുന്ന ആർക്കാ? അമേരിക്കൻ പ്രസിഡന്റിന്. അമേരിക്ക ലോകം മൊത്തം നശിപ്പിക്കുന്ന ആൾക്കാർക്ക് നോബൽ പ്രൈസ് ഇവർ തന്നെ ഉണ്ടാക്കുന്നു. ഇവരൊക്കെ അത് ഞാനും എൻ്റെ സുഭദ്രയും എൻ്റെ അളിയനും എന്ന് പറഞ്ഞ പോലെയാണ് ഇവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം ഇസ്രായേൽ പഞ്ചാബ് തന്നെ പറഞ്ഞ് ട്രംപിനാണ്ട് സമാധാനത്തിന് കൊടുക്കണം. അയാൾ യുദ്ധം ഉണ്ടാക്കുന്നില്ല. എന്തിനാ യുദ്ധം ഉണ്ടാക്കുന്നത്? കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ പോരെ, ബാക്കിയുള്ള അടിച്ചു തീർത്തോളും. റെഡ് ക്രോസിന് ഫണ്ട് ഇറക്കുന്നതും ആണ് ഇവർ തന്നെ. കാരണം ഒരു സംഘടനയും നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റിന് പോലും നിലപാടില്ലെങ്കിൽ പിന്നെ ആരാണ് നിലപാടെടുക്കുന്നത്? അത്രയും പേടിച്ച് ജീവിക്കണമെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ സേഫായിട്ട് ജീവിക്കുന്നത്? ഇവരുടെ കീഴിൽ ആരെയും കൊല്ലാം, നോ മാറ്റർ ഹൂ. നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടായിരിക്കുക, അത്രേ ഉള്ളൂ. ക്രിസ്ത്യാനിറ്റിയാണ് ഞാനൊരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞ ഖബർസ്ഥാൻ്റെ കാര്യം പറഞ്ഞ പോലെ സെമിത്തേരിയുടെ അല്ലേ, അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ ഏറ്റവും നല്ലൊരു കൊള്ള നടക്കുന്നത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ അവർക്ക് പറഞ്ഞ പലിശയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ പാടില്ലാത്ത സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ പൈസ എങ്ങനെയും ഉണ്ടാക്കാം, അതാണ് രസം. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഖബർസ്ഥാൻ്റെ തൊട്ടടുത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പള്ളിക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. അപ്പോൾ നമ്മൾ പള്ളിയെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കും. അപ്പോൾ പള്ളിയിലൊരു അർജൻസി ഉണ്ടാക്കും. അടക്കാൻ സ്ഥലമില്ലല്ലോ, എൻ്റെ സ്ഥലം ഞാൻ കൊടുക്കാനിടുന്നു, സെയിൽ നോട്ടീസ് ഇടും. അപ്പോൾ ഇവർ പറയും തൊട്ടടുത്ത സ്ഥലം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെമിത്തേരി കിട്ടത്തില്ല കേട്ടോ. അവർ വില കയറ്റി വെക്കും. എന്നാൽ അവർക്ക് പെട്ടെന്ന് സെല്ല് ചെയ്യുക, അവരുടെ ഉദ്ദേശം നടക്കും. ഭൂമി വിൽക്കുക, അവർക്ക് വേറെ സ്ഥലത്ത് പോയി താമസിക്കുക, അല്ലെങ്കിൽ അതിനെക്കാട്ട് വില കൊടുത്ത് സാധനം വയ്ക്കാം. അപ്പം അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ പള്ളിയിൽ അച്ഛനെ ഒന്ന് സോപ്പിടും, അച്ഛനൊന്ന് പറയണേ, നമ്മൾക്ക് ഭൂമിയുടെ കാര്യം ഒന്ന് പറയണേ, നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് പറയും. ഒരാളുടെ അടുത്ത് പറഞ്ഞ കഥയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കൈ നിട്ടൊന്നുമല്ല പറഞ്ഞത്. നാട്ടിൽ നടന്നൊരു കഥയാണ് പറഞ്ഞത്, കേരളത്തിൽ എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു പൈസ സ്കാമിൻ്റെ കാര്യം ഞാൻ പറയാൻ വന്നത്, ഇവർക്ക് കല്ലറകളുണ്ട്. ഈ കല്ലറകൾ എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബക്കാരെയും വാങ്ങിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ തേച്ച് മിനുക്കി അടിപൊളി പോളിഷ് ചെയ്തൊക്കെ ഇട്ടേക്കുന്ന സ്ഥലമാണ്. അതിൽ അവരുടെ ഫാമിലീസിനെ മുഴുവൻ കിടത്താം. അങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു കല്ലറ തന്നെ ഒരുപാട് ഇങ്ങനെ തട്ടുകെട്ട്, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് പണ്ടൊരു മരണത്തിന് വിശേഷം, പക്ഷേ ആ കല്ലറ കണ്ടിട്ടില്ല. അപ്പം കല്ലറ ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ കിടക്കുന്നത്? സാധാരണ അടക്കുന്ന പോലെ അടക്കും. അവിടെ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. എന്നുവെച്ചാൽ അവർക്കൊരു പറയുന്നുണ്ട്, ഇത്ര തലമുറ കഴിഞ്ഞാൽ ഞങ്ങളത് കുഴി മാന്തും, വീണ്ടും അടുത്ത ആളെ അടക്കും. എന്നുവെച്ചാൽ ഒരു 2 തലമുറയ്ക്കും കണ്ട് പ്രാർത്ഥിക്കാനുള്ള സമയം കൊടുക്കും. അത് കഴിഞ്ഞാൽ അടുത്ത തലമുറ അറിയേണ്ട ആവശ്യമില്ല, നിങ്ങളിവിടെ അടക്കുക, ആരും അറിയണ്ട. അപ്പോൾ ഇവർ പുതിയൊരു പ്ലാനും കൊണ്ട് വന്നു. ആ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കുഴി ഇങ്ങെടുക്കുന്നു. അതായത് സാധാരണക്കാരെ അടക്കിയ 2 കുഴി ഇങ്ങെടുക്കുന്നു. ആ കുഴി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു 5-6 കുഴി തുറക്കുന്നു. അതിനുശേഷം നമ്മളവിടെ കല്ലറ പണിയുന്നു. കല്ലറ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്, പണക്കാർ വാങ്ങിയ സാധനം ഈ കല്ലറകൾ. അറിയാലോ, നമ്മൾ കല്ലറയ്ക്ക് പോലും ഇങ്ങനെ ആക്കുന്ന ആൾക്കാരെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. മരിച്ചു കഴിഞ്ഞാലും കിടക്കണമെന്ന് അറിയുന്നത്, മരിച്ച് ചത്താലും ചമഞ്ഞ കിടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ കല്ലറ പണിയുന്നു. ആ കല്ലറ നമുക്കെന്ത്, ഓരോ കല്ലറയ്ക്കും ഓരോ കോടി വെച്ചിട്ട് വിൽക്കാം. ഒരു കോടി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു 10 പേരുണ്ടെങ്കിൽ അവർ ഓരോ ഇങ്ങനെ ഷെയർ ഇടുമല്ലോ. മക്കളൊക്കെ ചേർത്ത് 5 പേരുണ്ടെങ്കിൽ അവർക്ക് ഓക്കെ, അത് കൊടുക്കാൻ ആളുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ഇവരങ്ങനെ കുഴി തോണ്ടുന്നു. അതിനുശേഷം കല്ലറ പണിയാമെന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ പറയുന്ന ഒരു വലിയ മാസ്റ്റർ പ്ലാൻ, 10 കോടി രൂപയുടെ ഒരു പ്ലാനും കൊണ്ട് വന്നു എന്ന് പറഞ്ഞ്. പക്ഷേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്തു. ഏതാ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിയണ്ടേ, ഞങ്ങളുടെ അവിടെ ആൾ കിടക്കുന്നത്, ഇപ്പം ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങളുടെ കാലം കേട്ടോ, അതുകൊണ്ട് ഇരുന്നോ. അങ്ങനെ ആ പ്ലാൻ പൊളിയുന്നു. ഞാൻ പറയുന്നത് കല്ലറ പോലും ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ബിസിനസ്സാണ്. അത്രയും അതപ്പതിച്ചൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ നന്മയും തിന്മയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ ആദ്യം പറഞ്ഞ കരുണ, മനുഷ്യത്വം, ഇതൊന്നും പറയാൻ പാടില്ല. പൈസയാണ്. പൈസ ഉണ്ടോ നിങ്ങൾക്ക് ജീവിക്കാം. ക്യാപിറ്റലിസം. പൈസ ഉള്ളവൻ ജീവിക്കും, ഇല്ലാത്തവൻ മറ്റേ
അങ്ങനെ അങ്ങനെ ആ മറ്റേ കാർബണിനകത്താണ് മറ്റേ പറഞ്ഞ ആ ഡയലോഗ് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കും, മറ്റുള്ളവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. ഫാത്ത് ഫാസിൽ വരുന്ന പോലെ മറ്റുള്ളവർ ജീവിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇനിയും എക്സാമ്പിൾസ് പറയാനൊക്കെ ഇഷ്ടം പോലുണ്ട്. ഞാൻ പറഞ്ഞാലും തീരത്തില്ല, നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ തിരിച്ചറിവ് ഉണ്ടാകാനൊരു, ഞാൻ പറഞ്ഞ പലതിനകത്ത് ഞാൻ പല മുറിഞ്ഞു പോയിട്ടുണ്ട്, മുറിഞ്ഞ് എവിടെയൊക്കെ പോയിട്ടുണ്ട്. കാരണം പറയേണ്ട കാര്യം അവിടെ വന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ ഞാൻ ഇത് പറഞ്ഞോ ഈ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല ലോകം മാറുമെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ മരിച്ചു പോകും. നമ്മളൊരിക്കലും ഇസ്ലാമിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, നമ്മൾ ആരും കാലാകാലം ജീവിക്കുന്നതല്ല. നമ്മുടെ വയസ്സിൻ്റെ ആവറേജ് ഏജ് 63 ഏജാണ് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട് പ്രവാചകൻ്റെ റെഫറൻസ് വെച്ചിട്ട്. അപ്പോൾ ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോണസാണ് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഉമ്മ പല്ല് അടന്നു പോയപ്പം പല്ലെടുത്ത സമയത്ത് വെപ്പൽ വെച്ചു. അപ്പോൾ വെച്ചപ്പോൾ ആദ്യം ചോദിച്ചൊരു കാര്യം, ഇത് വെക്കുന്നതിന് മുമ്പ് ഉത്സാൻ്റെ അടുത്താണ് വിളിച്ച് വെച്ചത്, ഡോക്ടറെ അടുത്തല്ല. പല്ല് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഈ പല്ല് വെച്ചാൽ എനിക്ക് പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിമുകൾ, ഇസ്ലാമിൽ പറഞ്ഞ മുസ്ലിംസ്, നിങ്ങളുടെ മരണം ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ച് ജീവിക്കണം. ഇന്ന് നാളെ എണീക്കത്തില്ല. നിങ്ങൾ സുജൂദിൽ പോയാൽ എണീറ്റ് നിങ്ങൾ കൈ കിട്ടത്തില്ല, റുക്കുവിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോകത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. അത്രയും അടുത്താണ്, നമ്മളുടെ ചെരുപ്പിനേക്കാൾ അടുത്താണ് നിങ്ങളുടെ മരണം എന്നുള്ള, വാറിനേക്കാൾ അടുത്ത്, അത്രയും അടുത്താണ് നിങ്ങളുടെ മരണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഖുർആനിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കാൻ ഒരു കാരണം മാത്രം മതി. അത് അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ ടെററിസം ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടെററിസം എന്ന് പറഞ്ഞാൽ മറ്റല്ല, പോയി കൊല്ലലല്ല, വേറെ ഏതെങ്കിലും പ്ലെയിൻ ക്രാഷിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊന്നതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അസുഖം വന്ന് മരിക്കലോ, അല്ല സ്വയം മരിക്കലല്ല. ആത്മഹത്യ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കത്തില്ല. അത് ഭയങ്കര പാപമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അതിപ്പോൾ എന്തിനും ഹൂറിയെ കിട്ടാനാണെങ്കിലും എന്തിനായാലും നിങ്ങൾ മരിക്കുന്നത് നിങ്ങൾ സ്വയമാണ് തീരുമാനമെടുക്കുന്നെങ്കിൽ തീർന്നു, പരിപാടിയില്ല, ഹലാസ്, നിങ്ങൾ ഇനി ജീവിക്കണ്ട, നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു, ഇത്ര നാൾ ഖുർആൻ ഓതെങ്കിലും പോയി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മരണം അത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ആരെങ്കിലും പിന്നെ നാളത്തേക്ക് ചിന്തിക്കുമോ? നമ്മൾ ചിന്തിക്കുന്നത് അൽഹംദുലില്ലാ എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഞാൻ പറയുന്നത് അത് അറബിക് വാക്കൊന്നുമല്ല, പടച്ചോൻ വിധിച്ചെങ്കിൽ ഞാൻ നാളെ എണീക്കാം. അല്ല നമ്മളിപ്പം ഇപ്പം അബി എന്ന് പറഞ്ഞാൽ നടൻ മരിച്ചു, അയാളുടെ 1 വർഷത്തേക്കുള്ള ചാർട്ട് കൊടുത്തിട്ടാണ് പോയത്, അതും പെൻഡിങ് ആണ്. അവിടെ പരിപാടി ഇവിടെ പരിപാടി കുറേ. ഇപ്പോൾ കലാഭവൻ നവാസ് പോകാറുന്ന പരിപാടി ക്യാൻസൽ എന്ന് വെച്ചാൽ പോയി മരിച്ചു, ആൾ ക്യാൻസലാക്കി, പടച്ചോൻ ക്യാൻസലാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ഇൻഷാ അല്ലാ ഞാൻ ഉണ്ടെങ്കിൽ നാളെ വരാം, നാളെ ഞാൻ എണീക്കുമ്പോൾ പറയുന്ന ഇൻഷാ അല്ലാ ഞാൻ എണീക്കുമ്പോൾ പറയാം, എണീറ്റ് കഴിഞ്ഞാൽ പറയും അൽഹംദുലില്ലാ ദൈവത്തെ സ്തുതിക്കുന്നു ഇത്രയും. അപ്പോൾ പറയും നിങ്ങൾക്ക്. അപ്പം മറ്റേ ചാത്തൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, മറ്റേ മമ്മൂട്ടിയുടെ, ഏതാണ്, ഭ്രമയുഗം, അതിൽ ഏതാണ് ഷെയ്ത്താൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത വാക്ക് ഏതാണ്? ദൈവം എന്നുള്ളതാണ്. പറയത്തില്ലേ മറ്റേതല്ലോ, എനിക്ക് ഭക്ഷണം തന്ന ദൈവത്തിന് ഞാൻ സ്തുതിക്കുന്നു. അവരെ നീക്ക് ഞാനല്ലടാ ചോറ് തന്നേ, നീക്കെന്താ എനിക്ക് നന്ദി പറയാത്തെ, എനിക്ക് പോടാന്ന് പറയുന്ന സാധനമുണ്ട്. അത്രയും വെറുപ്പുള്ള സാധനമാണ്. ദൈവത്തിന് നിങ്ങൾ നന്ദി പറയാൻ പാടില്ല. അതാണ് നേരത്തെ പറഞ്ഞ കോൺസ്പിറസി. നിങ്ങൾ എന്തുകൊണ്ട് ആൾക്കാരെ തെറ്റിക്കുന്നു വെച്ചാൽ, ദൈവം നിങ്ങൾക്കൊന്നും തരുന്നില്ല, നിങ്ങൾ പട്ടിണി കിടക്കുന്നു, നിങ്ങൾ ബോംബിൽ മരിക്കുന്നു, നിങ്ങളുടെ കുട്ടി കിണറ് വീണു, ഇതൊക്കെ പറയുന്നത് ദൈവമാണ് അതൊക്കെ ചെയ്തത്. നിങ്ങൾ ദൈവത്തെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല, അവൻ ശുക്ർ ചെയ്യാൻ പാടില്ല. ബ്ലാസ്ഫമി ഏറ്റവും ചെയ്യുന്നത് ഇസ്ലാമല്ല, പുറത്തുള്ള ജൂതനാണ് ചെയ്യുന്നത്. ഏത് പറഞ്ഞു? 2ാം കാറ്റഗറിയിൽ ജൂതൻ, ജൈനിസ്റ്റുകൾ. അത് മറ്റുള്ള ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ജൂതനുമായിട്ട് എങ്ങനെ സാമ്യപ്പെടുന്നത്? അവർ റൈവൽസ് അല്ലേ, ജീസസിനെ കൊന്നതിൻ്റെ പേരിലല്ലേ. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ പ്രവാചകനെ കൊന്നതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെ കാല് നക്കിയിരിക്കുമോ? ഇരിക്കില്ലല്ലോ. നമ്മൾക്ക് എപ്പോഴും അവരും വിരോധി തന്നെയാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ പറയാണ്, ക്രിസ്ത്യൻ സയൻസ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ജൂതന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മണ്ണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു വാക്കുണ്ട് പോലും, അത് എഴുതി ഉണ്ടാക്കുകയാണ്. അത് ഏതൊരു കാലഘട്ടത്തിൽ ഒരു അടർത്തി ഉണ്ടാക്കിയ സാധനമാണ്. ജൂതന് വേണ്ടിയിട്ടൊരു സാധനം ക്രിസ്ത്യാനികളെ കൂടെ നിർത്താൻ വേണ്ടി ചെയ്ത പരിപാടി. അതൊക്കെ ഇത് പറഞ്ഞല്ലോ, സയനിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൂതൈസത്തിൻ്റെ എത്രയും ക്രൂക്ഡ് ആണെന്ന് ചോദിച്ചാൽ, അവർക്ക് പറഞ്ഞല്ലോ നെറിയെന്ന് പറഞ്ഞ സാധനമില്ല. അവർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലുക, നിങ്ങളുടെ അവസാനം കാണുക എന്നുള്ളതാണ്. ഇപ്പം ഗാസയിലൊക്കെ അതൊന്നും പറയുന്നില്ല ഞാൻ. ഗാസയിലെ സിറ്റുവേഷനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് നമുക്ക് റിമോഷനില്ല. അവർ പിടിച്ച് തല്ലുക, അവർ വീട്ടിൽ കയറി കിടക്കുക, അവർ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക. ഒരു മര്യാദ അല്ലല്ലോ. ഇപ്പോൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് എല്ലാം പറയുന്നുണ്ട്, ചോദിക്കുമ്പോൾ ഇസ്രായേലിയാണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഓ അപ്പോൾ നിങ്ങളുടെ അപ്പുറത്തിറക്കാൻ ചെയറൊക്കെ നിങ്ങളുടെ ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, കളിയാക്കി പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ലോകത്തിന് മുഴുവൻ അറിയാം, പക്ഷേ ആൾക്കാർ പറയാൻ മടിക്കുന്നതിൻ്റെ കാരണം അവരുടെ പോക്കറ്റ് കാലിയാവും. കോർപ്പറേറ്റുകൾക്ക് CSR ഫണ്ട് കിട്ടില്ല, അവർക്ക് പ്രോജക്ട്സ് കിട്ടില്ല. പ്രോജക്ട്സ് ഫണ്ട് ചെയ്യണമെങ്കിൽ എന്താ, കാശുള്ളവൻ വരണം.
ഇപ്പം ഞാൻ ഒരാൾ പൈസ ഉള്ള ഞാൻ പറയുകയാണെങ്കിൽ നിനക്ക് എല്ലാ ദിവസവും ഞാൻ ശമ്പളം തരുന്നത് എൻ്റെ കൂടെ എന്നെ ഒന്ന് പൊക്കി പറയാൻ വേണ്ടി PR വർക്കിന് വരാൻ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. പൈസ കിട്ടുന്ന എന്തും നിങ്ങൾ ചെയ്യും, അതിനകത്ത് എത്തിക്സ് ഒന്നുമില്ല. പൈസ വരുന്ന ആരാണോ അതിൻ്റെ പേരിൽ പൈസ ഒന്നുകൂടി കിടക്കുന്ന ഏതാ ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ട്. അത് ചിലപ്പം റോസ്ചൈൽഡ് ഫാമിലി ആവാം, അല്ലെങ്കിൽ റോക്കഫെല്ലർ ഫാമിലി ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കുള്ള ഏതെങ്കിലും ജൂത. അവർ മുന്നിലേക്ക് വരത്തില്ല. അവർ നിങ്ങൾ വേൾഡ് ലീഡേഴ്സിൻ്റെ വേൾഡിലെ പണക്കാരുടെ ലിസ്റ്റിൽ കാണില്ല. അവർ പറയുന്നത് കുടുംബത്തിൻ്റെ സ്വത്തല്ലേ, അത് അവർ വെളിപ്പെടുത്തത്തില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പറയും ബിൽ ഗേറ്റ്സ് നമ്പർ 1, ഇലോൺ മസ്ക് ഏറ്റവും പണക്കാരൻ. അവരെക്കാട്ടിലും ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ GDP-യുടെ 4% ഒരു ഫാമിലിയുടെ കയ്യിലാന്ന് പറഞ്ഞാൽ ഈ ഇലോൺ മസ്കിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ല. കോടീശ്വരൻ എന്നൊക്കെ വെറുതെ ഫോക്സ് മാഗസിനിലൊക്കെ എഴുതാമെന്നല്ലാതെ അതിനപ്പുറത്തേക്കും വേറെ ആൾക്കാരുണ്ടെന്നേ ആരും അറിയത്തില്ല. അറിയേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ അവരാണ് വേൾഡിനെ നിയന്ത്രിക്കുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിന് കടം കൊടുക്കാൻ കഴിവുള്ള ആൾ, വേൾഡ് ബാങ്കുകളെ നിയന്ത്രിക്കുന്ന ആൾ. വേൾഡ് ബാങ്കും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സെൻട്രൽ റിസർവും നമ്മളിങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. മറ്റുള്ളവർ ഇങ്ങനെ പൈസ കൊടുക്കും, അമേരിക്കയ്ക്ക് പൈസ കൊടുക്കും, അമേരിക്ക ബോംബിടും, അമേരിക്ക കടത്തിലാവും, അമേരിക്കൻ്റെ ടാക്സ് ഉണ്ടാക്കും, മറ്റുള്ള അവർക്ക് ടാക്സ് ഇട്ട് കൊടുക്കും. അമേരിക്ക എന്ന് തകരുന്നോ ലോകം അവസാനിക്കും. കാരണം അമേരിക്കയുടെ കയ്യിൽ നിന്ന് അധികാരം എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ ഈ ലോകം നശിപ്പിക്കും. കാരണം ഒരാളെയും ജീവിക്കാൻ അനുവദിക്കും. ക്യാപിറ്റലിസം എന്നാണോ താഴെ പോകുന്നത് അന്ന് നിങ്ങൾ മനുഷ്യർ ജീവിക്കണമെന്നേ അവർ പറയുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ ജീവിക്കരുത്. അതാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഇമ്പീരിയലിസത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം. കമ്മ്യൂണിസത്തൊക്കെ കമ്മ്യൂണിസം നിങ്ങൾ കൊടുക്കൽ വാങ്ങൽ നിർത്ത്. നിങ്ങളെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളിൽ നിന്ന് വാങ്ങിക്കൂ. ഇൻഷുറൻസ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ. നിങ്ങളെന്തിനാണ് ഹോസ്പിറ്റലിൽ ചുമ്മാ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? അതൊക്കെ പൈസ വേണ്ടേ? ഇവിടെ ഇൻഷുറൻസ് ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബം തീർന്ന്. സ്കാനിങ് ആദ്യം വരുമ്പോൾ തന്നെ സ്കാനിങ്ങിലേക്കാണ് കയറ്റുന്നത്. 1000 രൂപ ബില്ല് വരും, ഏകദേശം 80,000 രൂപ. നിങ്ങളൊന്നും കാണത്തില്ല, ഒന്നുമില്ല, 0 ആയിട്ട് ഇറങ്ങി വരും. ഇന്നാളെ ദിവസത്തിനും കിട്ടിയതാണ് 800 രൂപയുടെ ബില്ല്. എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് മതി അവർക്ക്. എല്ലാത്തിനും ഇൻഷുറൻസ്, എല്ലാ ഒരു സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾ കടക്കാരാക്കുന്ന എല്ലാ കാര്യത്തിലേക്കും കൊണ്ടെത്തിച്ചു. ഇൻഷുറൻസ്, വാഹനങ്ങൾക്ക് ഇൻഷുറൻസ്, ബാക്കിയുള്ള ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് കൺട്രികളുടെ കാര്യം ഭയങ്കര പരിതാപം. അപ്പോഴാണ് നമ്മൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലുകളൊക്കെ ഫ്രീ ആയിട്ട് OP-യിലൊക്കെ വന്നിരുന്ന് നിങ്ങൾക്ക് വെറുതെ വന്ന് 1 രൂപ ടിക്കറ്റ് എടുത്താൽ അതിനെ കയറിയിരിക്കുക, ഫ്രീ ആയിട്ട് മരുന്നുകൾ കൊടുക്കാൻ തുടങ്ങി. അതൊന്നും ഇഷ്ടമല്ലടേ ഇവർക്ക്. നരേന്ദ്രമോദി എപ്പോഴാണ് അദാനിക്ക് അംബാനിക്ക് കൊടുക്കുന്നത്? അവർക്ക് കൊടുക്കുന്ന എന്താണ്? ഇപ്പോൾ പറഞ്ഞില്ലേ 1 രൂപയ്ക്ക് 1 ഏക്കർ ഭൂമി, ഒരു സ്കാമാണ്. അതെന്താണ്? മാങ്ങ ഉണ്ടാകുന്ന തോട്ടമാണ് വിൽക്കുന്നത്. എന്നാലും നോക്കിയാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനം പോലും തോട്ടം വിറ്റിട്ട് അവർ ഇവിടെ ഫാക്ടറി തുടങ്ങിയിട്ട് എന്ത് വികസനം ഉണ്ടാക്കാൻ പോകുന്നത്? എന്നിട്ട് ഇവർ പോയി മാങ്ങ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയെടുക്കുമോ? കൃഷിക്കാരെ ഇന്ന് ഭൂമി എന്ത് വൃത്തിയായിട്ട പരിപാടിയാണ്. 1 രൂപയ്ക്കൊക്കെ 1 ഏക്കർ ഭൂമി കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സൗബിനകത്ത് കണ്ട സിനിമ പോലെ ഇത് ഒരേ കണക്കില്ല. ദാറ്റ് പ്ലെയിൻ എത്ര എല്ലാം നോക്കുന്നത് ആ സിനിമയില്ലേ, എൻ്റെ ക്യാഷ് ഉണ്ടാവും പ്ലെയിൻ വാങ്ങിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ ഇവരെങ്ങനെയാണ് ഇത് കുഴിച്ചിട്ട് ഇവരെങ്ങനെയാണ് പോയി കുഴി കിടക്കുന്നത്? ഇവർ മരിക്കുന്ന ഒരു ചിന്തയൊന്നുമില്ല. അത് മരണത്തെക്കുറിച്ചൊന്നും ഇവർക്ക് ഭയമില്ലേ? ഇവർ ഈ പറഞ്ഞ സാധാരണക്കാരൻ്റെ ചോറിൽ ഇങ്ങനെ കൈയിട്ട് വാരിക്കൊണ്ട് എത്ര നാളിങ്ങനെ ജീവിക്കും? ഒരു പ്രശ്നമാണ്. എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഫാസിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസം അവർ നിങ്ങളുടെ പാത്രത്തിലേക്ക് തന്നെ നോക്കുന്നത്. നിങ്ങൾ അവരുടെ ഗിനിപ്പങ്കികളാണ്. അവർക്ക് പരീക്ഷ അവരുടെ ലാബറട്ടറിയാണ്. ആഫ്രിക്ക എന്തുകൊണ്ടാണ് ഇത്രയും പരീക്ഷ നടത്തുന്നത്? ഏറ്റവും ആദ്യം വാക്സിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന അവർക്ക്, നമ്മൾക്കൊക്കെ പിന്നെ കിട്ടുള്ളൂ, അവർക്കാണ് ആദ്യം കിട്ടുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉള്ളത് ആഫ്രിക്കയിലാണ്. എന്നിട്ടും ഏറ്റവും കോടികൾ എത്ര റിസോഴ്സിൻ്റെ എണ്ണക്കെടുക്കുന്നത് ഡയമണ്ട്സ്. എന്നാൽ അവർ അവിടെ റിബൽസ് വിദേശികളൊന്നും ചെയ്യത്തില്ല. അവരുടെ ഗവൺമെൻറ്റിനെ ആൾക്കാരെ കൊല്ലും, എക്സൽസാണ്. കാരണം അവരുടെ ഗവൺമെൻറ് അവർ മറ്റവർക്ക് എഴുതി കൊടുക്കുകയാണ്. നിങ്ങളങ്ങ് ചെയ്തു എന്നാൽ നിങ്ങൾക്ക് വിട്ടു കിടന്നിരിക്കുന്നു ഈ പറഞ്ഞ ഡയമണ്ട് പാടങ്ങൾ നിങ്ങൾ എന്ത് വേണം ചെയ്തോ. ബ്ലഡ് ഡയമണ്ട് എന്ന സിനിമയുണ്ട് ഡിക്കാപ്രിയോടെ, അതിൽ കാണാം എത്രമാത്രം അവർ കിട്ടുന്ന സാധനം കിട്ടുന്ന കോടികളുടെ വരെയുള്ള സാധനം ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ട് ഇവർക്കൊന്നും ഇല്ലെന്നേ. പട്ടിണി രാജ്യങ്ങൾ, വൈൽഡ് ലൈഫ് റിസോഴ്സസ് ഉണ്ട്, അനിമൽ റിസോഴ്സസ് ഉണ്ട്, ഇപ്പോൾ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ യൂറോപ്പിന് ഒന്നും ഇല്ലാഞ്ഞിട്ടും 1 രൂപയുടെ സാധനം പോലും ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ വയ്യാഞ്ഞിട്ടും അവരെങ്ങനെയാണ് ലോകം ഭരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ക്യാപിറ്റലിസ്റ്റ്. ഇപ്പോൾ ഫണ്ട് വരുന്നു, ആ ഫണ്ട് വരുന്നത് മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അവർ വളരുന്നു. സോ അവരുടെ കൂടെ നിൽക്കുന്ന ചെരുപ്പ് നക്കികൾ വളരുന്നു. അതിപ്പം ഇന്ത്യ സാർ ഞങ്ങൾ ഈ പറഞ്ഞ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു സാർ, ഞങ്ങളെ അടിച്ചു കൊന്നാലും കുഴപ്പമില്ല സാർ, ഞങ്ങൾ അത്രയും വാലാട്ടി പട്ടികളാണ് എന്ന് പറഞ്ഞ സാർ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ടല്ലോ. അവർക്ക് വേണ്ടത് അവർക്ക് ഒന്നേ ഉള്ളൂ, ഇസ്ലാം വിരോധം മാത്രമേ ഉള്ളൂ. ആ വിരോധം ഇങ്ങനെ വളർന്ന് കുട്ടികളെ കൊല്ലുന്നത് പോലും ഹരമായി മാറിയിരിക്കുകയാണ്. അവർക്കതൊക്കെ ഓക്കെയാണ്. കാരണം കുട്ടികൾ കുഴപ്പമില്ല, എൻ്റെ വേറെ അവർ മിഡിൽ ഈസ്റ്റിലല്ലേ കുഴപ്പമില്ല. പക്ഷേ ഉക്രൈൻ
അവിടെ കുട്ടികൾ മരിക്കുന്നത് കഷ്ടമാണ്, കരയുന്നത്, അത് പ്രശ്നമാണ്. ആ യുദ്ധം അവർക്ക് നല്ലൊരു അപ്പം രസം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പാലസ്തീൻ ഇഷ്യൂ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പാലസ്തീൻ്റെ കാര്യത്തെ പ്രശ്നമാണ്. പക്ഷേ ഡബിൾ സ്റ്റാൻഡ് യുക്രൈനൂടെ വന്നപ്പോഴാണ് നമുക്ക് പറഞ്ഞത് വേൾഡ് കൺട്രോൾ ചെയ്യുന്നതിനകത്ത് എന്തോ ഒരു സെൻട്രൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് യുദ്ധം ഒരേ സമയം രണ്ട് നിലപാടുകൾ പറഞ്ഞപ്പോഴാണ്. മറ്റേടത്ത് ജനോസൈഡും ഇത് ജനോസൈഡും അല്ലാതിരിക്കുന്ന സമയത്ത് ഇപ്പം പിയേഴ്സ് മോർഗനൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവരൊക്കെ നേരത്തെ പ്രോ ഇസ്രായേലി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അയാൾക്ക് കുട്ടികൾ മരിക്കുന്നതായിട്ട് കുട്ടികളുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ? കുട്ടികളെ വെടിവെച്ച് സ്നൈപ്പർ ഷോട്ട് തലയിലിടണമെങ്കിൽ കുട്ടി അത്രമാത്രം വെറുപ്പുണ്ടാവും അവർക്ക്. അത് സപ്പോർട്ട് ചെയ്യുന്ന BJPക്ക് എത്ര വെറുപ്പുണ്ടാവും? അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ സയൻസിന് എത്ര വെറുപ്പുണ്ടാവും? ഇസ്ലാമിൽ തന്നെ എത്രയോ മുസ്ലിം പേര് വെച്ചിട്ട് അവർ പറയുന്നു ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയുന്നത്, അവർക്ക് എത്ര വെറുപ്പുണ്ടാവും? നേരത്തെ പറഞ്ഞ കരുണ എന്ന് പറഞ്ഞ സാധനമൊക്കെ അങ്ങ് പോയി. അവർക്കിനി അത് സീൽ ചെയ്താണ്. ഖുർആൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കൽബുകൾ ഞാൻ സീൽ ചെയ്യപ്പെടും, കാരണം നിങ്ങളുടെ മനസ്സ് അത്രമാത്രം കാഠിന്യമായി പോയി എന്ന് പറയുന്ന സാധനമുണ്ട്. എന്നതുപോലെ ഇസ്ലാമിനെ കുറിച്ച് നമ്മളിങ്ങനെ വാതോരാതെ പറയാം, എന്നിരുന്നാലും തീരത്തില്ല. കാരണം അത്രയും വലിയൊരു മതമാണ് ഇവർ പറഞ്ഞ് ഇത്രയും വൃത്തികളാക്കി വെച്ചേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസം കഴിഞ്ഞു പോയപ്പം ബാക്കി വരുന്ന ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചാണ്, അതിനെ പിടിച്ചതാണെങ്കിലും ഇസ്ലാമാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ പോസ്റ്റ് ഹോക്ക്, അതായത് റിലീജിയൻ വേഴ്സസ് ലൈക്ക് നാസിസമാണെന്നൊക്കെ പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു ഈവിളായി കന്നാൽ നിങ്ങൾ ദജ്ജാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലേ, ആൻറ്റി ക്രൈസ്റ്റ്, അതോടെ പറയേണ്ടി വരുമെന്ന് തോന്നുന്നല്ലേ. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇസ്ലാം വിശ്വസിക്കുന്നത് പോലെ തന്നെ ജൂതനും വിശ്വസിക്കുന്നുണ്ട് അല്ലേ. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പള്ളികളുണ്ട് ഇപ്പം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു സെൻട്രൽ അതോറിറ്റി, ഒരു രാജാവും ബാക്കി പ്രജകളും. അത് ചിലപ്പോൾ ജീവിയാവാം. ഇല്ലുമിനാറ്റി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതൊരു മനുഷ്യനായിട്ട് അല്ല കാണുന്നത്, ഒരു വേറെ രൂപമാണ് സങ്കല്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധികാരമാണ് അവിടെ സെൻട്രലൈസ് ചെയ്യുന്നത്, അല്ലാതെ ഒരു മനുഷ്യനിലേക്കൊന്നും പോയി ഇതൊക്കെയല്ല. അമേരിക്ക എങ്ങനെയാണ് വേൾഡ് കൺട്രോൾ ചെയ്യുന്നത്, ഇസ്രായേൽ എങ്ങനെ വേൾഡ് കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഇല്ലുമിനാറ്റിയുടെ കീഴിൽ വരുമ്പോൾ നിങ്ങൾ എന്തോ ദേ ആർ പ്ലാനിങ് സംതിങ് ഫോർ സം വൺ ടു കം. അതാണ് ഈ പറഞ്ഞ സയനിസ്റ്റുകൾ വെയിറ്റ് ചെയ്യുന്ന ആൻറ്റി ക്രൈസ്റ്റ്. നമ്മൾ പറയുന്നത് ദജ്ജാൽ എന്ന് പറയും. ദജ്ജാലിൻ്റെ വരവ് നമുക്ക് ഒരിക്കലും ഈ പലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മൾ നടക്കത്തില്ല എന്ന്. കാരണം അതെപ്പോഴോ പറഞ്ഞു വെച്ചാണ് പ്രവാചകൻ നടക്കും, ഡമാസ്കസിൽ മറ്റേ ഈസാ നബി അത് ജീസസ് ഇറങ്ങുമെന്നും അത് എന്നോ പറഞ്ഞത്. അപ്പം നടക്കേണ്ട സംഭവം നടക്കണ്ടേ. സൗദി അറേബ്യ ഈ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമെന്നും സൗദിയിലുള്ള ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ. നമ്മൾ ആ പ്രൊഫസിയൊന്നും നമ്മൾ മാറ്റി വെക്കുന്നില്ല. നമ്മളത് പറഞ്ഞിട്ട് ഇസ്ലാം വലിയ സംഭവം എന്നല്ലേ പറഞ്ഞത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, സോ വി ഡോണ്ട് കെയർ, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി വരാൻ വന്ന ഖിയാമത്ത് നാൾ വല്ലാത്ത കാലഘട്ടമായിരിക്കും. നിങ്ങൾ കണ്ണടച്ച് ഉറക്കുമ്പോഴായിരിക്കും രാവിലെ എണീക്കുമ്പം ലോകം മൊത്തം നശിച്ച് കിടക്കുന്നത്. നിങ്ങൾ ഇപ്പം ഖിയാമത്ത് നാൾ നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് വരുന്നത് വളരെ ഇൻസ്റ്റൻ്റായിട്ടായിരിക്കും, പെട്ടെന്നായിരിക്കും. ആ സമയത്ത് പിന്നീടാണ് ആൻറ്റി ക്രൈസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ലോകം തകർന്നിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു മിസൈൽ വന്നിട്ട് ലോകം മൊത്തം അങ്ങോട്ട് ഒരു ന്യൂക്ലിയർ വെപ്പണിലൂടെ തകർന്നിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ഇന്ന് എന്ന് പറയുന്നുണ്ട് നാളെ നിങ്ങൾക്ക് വീടുണ്ടാവത്തില്ല. അതാണ് പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അല്ല നാളെ വന്നിട്ട് ഒരാളിഞ്ഞിട്ട് വന്നിട്ട് എല്ലാവരും ഇങ്ങോട്ട് കഴുത്തിറക്കും ഒന്നും അങ്ങനല്ല. നിങ്ങൾ പിന്നെ നരകയാതനയാണ്. നിങ്ങൾ പിന്നെ ബാഗും തൂക്കിയെടുത്ത് ഇങ്ങനെ നടക്കണം ഭൂമിയിലൂടെ തെണ്ടി തിരിഞ്ഞ്. അവിടെയാണ് ഈ പറഞ്ഞ, അപ്പോഴാണ് നിങ്ങളുടെ ദജ്ജാൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഞാൻ വീട് തരാം, നിങ്ങൾക്ക് ഞാൻ സൗകര്യങ്ങൾ തരാം, നിങ്ങൾക്ക് ഞാൻ സ്ത്രീകളെ തരാം എന്ന് പറയുമ്പം കുറേ ആൾക്കാർ അങ്ങോട്ട് പോകും. അദ്ദേഹം ആൾക്കാരെ കീറി കാണിക്കും, അപ്പം പിന്നെ ഒട്ടിച്ച് കാണിക്കും. അതിന് പറയും നിങ്ങൾ വിശ്വസിക്കും നിങ്ങളുടെ ദൈവം ഞാനാണെന്ന് പറയും. അപ്പോഴാണ് ഈസാ നബി വരുന്നത്. ഈസാ നബി വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ടെലവീവ എന്ന് പറയുന്നുണ്ട്. ടെലവീവ് ഇപ്പം ഇസ്രായേലിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ആർക്കത് എന്ന് പറഞ്ഞാൽ ആ ഒരു മരം നട്ടുപിടിപ്പിക്കുന്നുണ്ട്, അവർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള മതം. അറിഞ്ഞ ഇസ്ലാം പഠിച്ചത് അവരാണ് ഏറ്റവും കൂടുതൽ. കാരണം ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള വഴികളാണ് നോക്കുന്നത് ജൂതൻ. കാരണം അവർക്കറിയാം ഇങ്ങനെ സംഭവം നടക്കുമെന്നറിയാം. അതിൻ്റെ പേരിൽ അവർക്ക് അതിന് പ്രിപ്പയർ ആകണമെന്നറിയാം. ആ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ലോകം പറയുന്ന പോലെ നാളെ ഒറ്റയടിക്ക് അങ്ങ് തീയൊന്നും പ്രതീക്ഷിക്കാതെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കും. അവർ ലോകം കീഴടക്കാൻ ഇനിയും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ കാണുക, നമ്മൾക്ക് പറ്റുമെങ്കിൽ പ്രതികരിക്കാം. അറ്റ്ലീസ്റ്റ് നമ്മൾ മനുഷ്യനാണെന്നെങ്കിലും പ്രൂവ് ചെയ്യാൻ. അത് നമുക്കൊന്ന് പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കുന്നത് നമുക്ക് തോന്നണ്ടേ എന്ന് തോന്നാണെങ്കിൽ നമ്മളൊന്ന് പ്രതികരിക്കുക. അതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ പോഡ്കാസ്റ്റുകൾ. അതുപോലെ മറ്റുള്ളവരെ അറിയപ്പെടാത്തതിൻ്റെ പേരിൽ അവർ മണ്ടന്മാരായി പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. രാഷ്ട്രീയമില്ലാത്ത ചെറുപ്പക്കാരെ നമ്മളൊന്ന് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക.
എന്നുവെച്ചാൽ പൊളിറ്റിക്കലി സ്റ്റാൻഡ് എടുക്കുന്നത്, അവർക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കലാണ് ഞാൻ ഈ പറഞ്ഞ പോഡ്കാസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ BJP ആണെങ്കിൽ ഞാൻ BJP ആണെന്ന് പറയാൻ മടിക്കരുത്. ഞാൻ അതാണ് പറയുന്നത്. നിങ്ങൾ BJP ആണ്, ഞാൻ BJP കാരനാണ് എന്ന ക്വാളിറ്റിയോടുകൂടി നിങ്ങൾ അതിൻ്റെ നിലപാട് പറയണം. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരുടെ ഞാൻ പറയും, നിങ്ങളുടെ കൂടെ BJP കാരനല്ല, അവർക്ക് ഈ പറഞ്ഞ മുസ്ലിങ്ങളൊന്നും പ്രശ്നമില്ലേ? ഞങ്ങൾ ഗ്രൂപ്പിനിടയിൽ രാഷ്ട്രീയം പറയാറില്ല. അതെന്താ? അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ലേ? അല്ല, ഞങ്ങൾക്ക് കൂട്ടുകാർ നമ്മൾ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്ത് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഹാർമണി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നിങ്ങൾ സംവദിക്കുമ്പോഴാണ്. നിങ്ങൾ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും നിങ്ങൾ കുറ്റം പറയും. എന്തുകൊണ്ട് BJPയുടെ ഒരാൾ വരുമ്പം BJP മോശമാണെന്ന് പറയാൻ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? മറ്റേതും കടിയിടാം. പിണറായി വിജയനെ കുറ്റം പറയാം, രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാം, അത് നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ നരേന്ദ്രമോദി കുറ്റം പറഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലായി. നിങ്ങൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹിയാവുന്നുണ്ടല്ലേ? ശരിയാക്കത്തില്ല ED. അപ്പോൾ നിങ്ങൾ കേസുകൾ ഫേസ് ചെയ്യാൻ റെഡിയാക്കോ? ടാക്സ് അടച്ചോന്നൊക്കെ ചോദിക്കുന്നത് വേറെ ആർക്കെ ആവുന്നത്? നിങ്ങൾ ടാക്സ് അടച്ച ആളാണ്. അവരൊക്കെ നമ്മുടെ ടാക്സ് സിസ്റ്റം ചെക്ക് ചെയ്യാൻ ആരാണ് നമ്മൾക്ക് അത് അധികാരം കൊടുത്തത്? നമ്മളുടെ ഹിസ്റ്റോറിക് ഡേറ്റ നമ്മൾ ഇന്ത്യൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് അധികാരം? അവരാരുടെ ഇപ്പോൾ ബ്രിട്ടീഷുകാരിലുണ്ടായതാണെന്ന് അവർക്കറിയത്തില്ല. അവരാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നുണ്ടായതാണെന്ന്. അത് ഓർമ്മിപ്പിക്കലാണ്. സോ ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ യങ് ജനറേഷൻ ഇനി വരാൻ പോകുന്ന ആൽഫ ഇസ് ബെറ്റ, ഏത് ജനറേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങളുടെ രക്തത്തിലും ചോരയാണ്. നിങ്ങളുടെ രക്തം ശരീരം മുറിഞ്ഞാൽ വേദന എടുക്കും. നിങ്ങൾക്കും വിശപ്പുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻസിൽ വീണ് പോകാതിരിക്കുക. അതാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ വേറെ ലോകം മാറ്റിമറിക്കാമെന്ന് നിന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അതിന് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അതൊക്കെ നമ്മുടെ പണിയൊന്നുമല്ലല്ലോ. അത് ചെയ്യേണ്ട ആൾക്കാർ, അതും ദൈവത്തിൻ്റെ പണിയല്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പണി മാത്രമല്ല, ദൈവത്തിൻ്റെ പണിയല്ല. നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ആയുധം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവരെ പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോലീസ് സംവിധാനങ്ങളുണ്ട്. എങ്കിൽ നിങ്ങളല്ലേ അവരെ മുന്നോട്ട് പോകാതെ തടഞ്ഞിരുത്തുണ്ട്. അപ്പോൾ നിങ്ങൾ പറയാണ് ദൈവം ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനും ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനെ കൈയൊടിഞ്ഞ് മാറുന്നത്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? കൊലപാതകത്തിന് കൂട്ടു നിൽക്കുകയാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. സോ നിങ്ങളൊരു ഉത്തരവാദിത്തമുള്ള പൗരനാകുക. ഒരു രാജ്യത്തിൻ്റെ ഡെമോക്രസിയിൽ നിങ്ങൾക്കും പങ്കുണ്ട്. ആ രാജ്യത്തിൻ്റെ ഡെമോക്രസിയാണ് ഒരു ലോകത്തിൻ്റെ ഗവേണൻസ്. എന്നുവെച്ചാൽ ഭരിക്കുന്നത് കോർപ്പറേറ്റ് ആവരുത്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആവരുത്, സാധാരണകൾക്ക് ആർക്ക് വേണ്ടി ആകണം എന്ന് പറയുന്നതാണ് എൻ്റെ നിലപാട്. അതിനിപ്പോൾ ഏത് കുഞ്ഞുങ്ങൾ വന്നാലും, എന്നെ ഏത് ആൾ ചോദ്യം ചെയ്താലും ഞാൻ പറയാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഞാൻ ടെററിസത്തിനെതിരാണ്, ഞാൻ തീവ്രവാദത്തിനെതിരാണ്. ബാക്കിയുള്ള ഏതൊക്കെ കൊലപാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ പാലസ്തീനല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ ആഫ്രിക്കൻ കൊലപാതകങ്ങൾ, മ്യാൻമറിലെ കൊലപാതകങ്ങൾ, റോഹിംഗ്യൻ കൊലപാതകങ്ങൾ, ഇന്ത്യയിലെ അടിച്ചമർത്തലെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ജാതി വ്യവസ്ഥകൾ എന്ന് വെച്ചാൽ ഉയർന്ന ജാതിക്കാരൻ മുകളിലത്തെ ബെഞ്ചിലും മറ്റവൻ താഴത്തിരുന്ന് പഠിക്കണം, മറ്റവന് ചോറും ഇവന് കഞ്ഞിയും. ആ സിസ്റ്റം ഞാൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥകളും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ മനുഷ്യരായിട്ട് കാണുക, മനുഷ്യനായിട്ട് കാണുക എന്നുള്ള നിലപാടാണ്. ഞാൻ മനുഷ്യത്വം, ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ നിലപാടിലാണ് നിൽക്കുന്നത്. ആ നിലപാട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിലപാട് പറയാനുണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു നിലപാടുണ്ടാവണം, നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാവണം. ഞാൻ LGBT എതിരാണ്. ഞാൻ പറഞ്ഞു LGBT എതിരാണ്. കാരണം അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലയോ, നേരത്തെ ഉണ്ടാക്കി 1919 ഉണ്ടായ ആ സംഭവം അതിൻ്റെ ഭാഗമാണ് LGBT. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് LGBT എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മൈനോറിറ്റി, അതായത് മൈനോറിറ്റി മുസ്ലിം ഇത്രയും പോപ്പുലറായിട്ട് പോലും അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ മൈനോറിറ്റിക്കാർക്ക് ഒരു സംഘടന വേണം, നിങ്ങളുടെ ഖത്തറിലെ വേൾഡ് കപ്പിൽ ഞങ്ങളുടെ ഫ്ലാഗ് പറത്തണം എന്ന് പറഞ്ഞാൽ ലോകം ഭരിക്കാൻ മാത്രമുള്ള കഴിവ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ LGBT? കുറച്ച് പേര് മൈന്യൂട്ടി, ഒരു സമൂഹം ഉണ്ടാക്കിയ 2 പേര് കാണുമായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ സിറ്റിയിൽ LGBT ഉള്ളത്. അവരെല്ലാം കൂടെ കൂടിയ എത്ര ഉണ്ടാവും? ഒരു 10, 500, 1000, 10,000, അതിനപ്പുറത്തേക്ക് പോകത്തില്ലല്ലോ. അത് ആഫ്രിക്കൻ പോപ്പുലേഷനെക്കാട്ടി കൂടുതലാണോ? അപ്പോൾ ആഫ്രിക്കക്കാരുടെ ഈ പറഞ്ഞ അധിക അവകാശങ്ങൾക്ക് എന്ത് വാല്യൂ ഉള്ളത്? നിങ്ങളുടെ അവകാശം കിട്ടുന്നുണ്ട്, പക്ഷേ അവർക്ക് അവകാശം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ ഭ്രാന്തിന് അവകാശം എന്നാണ് പറയുന്നത്. പട്ടിയെ പോലെ നടക്കുന്ന അവകാശമാണ്. നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയാം. നിങ്ങൾക്ക് വല്ല ചികിത്സിക്കാൻ വല്ല ഹോസ്പിറ്റലും പോകുമോ? നിങ്ങളുടെ ജനനേന്ദ്രിയം മുറിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ ജീവിക്കുന്ന അതുകൂടെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതത്തും കൂടെ അതൊന്ന് വീഡിയോയുടെ മുമ്പിൽ നിന്ന് പറ. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്തായിരിക്കും ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിലൂടെ ഞാൻ എന്തൊക്കെ അനുഭവിച്ചു, എത്ര പേര് മരിച്ചു. ഒരു ജനറ്റിക്കലി വന്ന സിസ്റ്റം നിങ്ങൾ എങ്ങനെയാണ് ഇത് ഓൾട്ടർ ചെയ്ത് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്? അതിനെന്തായാലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവുകയെ. ഇപ്പം ഓപ്പറേഷൻ ചെയ്ത കോസ്മെറ്റിക് സർജറി ചെയ്ത ആൾക്കാരുടെ അവസ്ഥ വന്ന്, ഇപ്പോൾ ബ്രസ്റ്റ് സർജറി ചെയ്യുന്ന ആൾക്കാർ, ചുളിവ് മാറ്റാൻ വേണ്ടി ചെയ്ത സർജറി ചെയ്ത ആൾക്കാർ, ചുണ്ട് വലുതാക്കാൻ വേണ്ടി ചെയ്ത സർജറി കൊണ്ട് അവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്ക്. മിക്ക ആൾക്കാരും മരിച്ചിട്ടുണ്ട്. കോസ്മെറ്റിക് സർജറിയൊക്കെ പറഞ്ഞില്ലയോ, മോഡേൺ വേൾഡ് ക്യാപിറ്റലിസത്തിൻ്റെ സംഭാവനയാണ്, നിങ്ങളുടെ ശരീരം നിങ്ങൾ മോശമാണ് എന്ന് നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിക്കാൻ നിങ്ങളുടെ ഫോട്ടോ കാണിക്കും, നിങ്ങളുടെ ഫോട്ടോ നന്നാക്കാൻ നോക്കും, നിങ്ങളുടെ ഫോട്ടോയിൽ വികൃതമാക്കിക്കൊണ്ട് ചുളിവുകൾ ഇടാൻ നോക്കും.
എന്നിട്ട് മനുഷ്യന്മാർ ചിന്തിപ്പിക്കുകയാണ് എൻ്റെ മോശമാണ്, ഞാനൊന്ന് മാറാൻ സമയമായിരിക്കുന്നു, നിങ്ങളുടെ പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനെയാകും, അതുകൊണ്ട് നിങ്ങൾ മാറിക്കോ, ഇപ്പോഴേ നിങ്ങൾ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് തുടങ്ങിക്കോ എന്ന് പറയുന്ന നിലപാടാണ് ക്യാപിറ്റലിസ്റ്റുകളുടെ. അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രശ്നം. അപ്പോൾ LGBT ഒന്നും ഇപ്പോഴത്തൊന്നുമല്ല. ജൂതൻ എന്നുണ്ടാകുമോ അന്നു മുതൽ പോണോഗ്രാഫി ഉണ്ട്. ആ പോണോഗ്രാഫിയുടെ പുറകിൽ ജൂതനാണ്. ആ ജൂതനാണ് പറയുന്നത് നിങ്ങൾ അഡൽട്സിനെ എടുക്കണം, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ സെക്സ് എടുക്കണം, അതുപോലെ നിങ്ങൾ അണ്ടർ ഏജിലുള്ള എന്ന് വെച്ചാൽ മൈനർ സെക്സ് ഉണ്ട്, ബാക്കിയുള്ള ഏതൊക്കെ വേൾഡ് എന്ന് വെച്ചാൽ മൃഗങ്ങളുടെ ഏതൊക്കെയാണോ നിങ്ങൾ കാണണ്ടാത്തത് എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ കാണണ്ടാത്തത് അതെല്ലാം അവർ കാണിച്ചു, അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് പറയാം നിങ്ങൾ കണ്ടോ, ഇതാണ് ശരിക്കുള്ളതാണ്, ഇത് കാണുന്നതാണ് നിങ്ങൾക്ക് രസമുള്ളത്. അപ്പം അത് തന്നത് ഈ പറഞ്ഞ സയനിസമാണ്. സോ ഞാൻ പറഞ്ഞത് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞ 3 മണിക്കൂർ നിങ്ങൾ കേട്ടിരിക്കത്തൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് നടക്കുന്നത്. ലോകം കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു സംഘടനയാണ്. പവറുണ്ട്, സെൻട്രൽ അതോറിറ്റി ഉണ്ട്. അതെന്താണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കോൺസ്പിറസീസിൻ്റെ സെക്ഷനിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ChatGPT ഉണ്ടോ, നിങ്ങൾക്ക് ഏത് ഇൻ്റർനെറ്റ് റിസോഴ്സ് എടുത്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നുണയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് റെഫറൻസ് വഴി പോകാം. പക്ഷേ കേട്ടിട്ട് നിങ്ങൾ അങ്ങനെ സംഭവം നടന്നതെന്ന് മാത്രമല്ല, നിങ്ങൾ ആ കാലഘട്ടത്തിൽ കമ്പയർ ചെയ്യണം, എന്നാലേ നിങ്ങൾ വാല്യുള്ളൂ. അതിന് ചരിത്രം പഠിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടെന്താ കാര്യം? നിങ്ങൾ കാണുന്ന ചരിത്രം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതല്ലേ പറഞ്ഞത്, നിങ്ങൾ ചരിത്രം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞത്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഈ അടുത്ത മ്യൂസിയത്തിൽ ഇരിക്കാൻ പോകുന്നത്, ഇങ്ങനെ ചിരിച്ചിട്ട് ഫോട്ടോ ഒക്കെ ചിരിച്ചിട്ടല്ല കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ നിങ്ങളുടേതാണ്. നാളെ അത് മ്യൂസിയം ആക്കും അവർ, അതിലൂടെ അവർ പൈസ ഉണ്ടാക്കും. ഔഷധസൊക്കെ ഭയങ്കര ബിൽഡിംഗ് ആയി, പണ്ട് കണ്ടതൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കരമായ ബിൽഡിംഗ് ആയി. അവർ ഇപ്പോൾ ഈ പറഞ്ഞ് പാലസ്തീൻ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ എന്തായാലും ഇസ്രായേലി ഫണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്തായാലും നോക്കുന്നത് ജൂതൻ മരിച്ച സ്ഥലം, ആൾക്കാർ കരയേണ്ട സ്ഥലമാണിത്. സോ വി നീഡ് ടു ഷോ ദാറ്റ്. വീണ്ടും 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 ആൾക്കാരെ കരയിപ്പിക്കുന്ന രീതിയിൽ ഒരു കഥ ഉണ്ടാക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഞാൻ പറഞ്ഞു നിർത്തത്തില്ല. സോ വേണമെങ്കിൽ അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റി വെക്കാം. ഞാൻ താങ്ക് യു. പിന്നെ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ 3 മണിക്കൂറോളം ഇരുന്നു, ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കതില്ല. ഇനി എനിക്ക് എന്തായാലും റെസ്റ്റ് എടുക്കുന്ന സമയമായി, വിശപ്പിൻ്റെ സമയമായി, നേരത്തെ പറഞ്ഞ പോലെ. സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റിൽ കാണാം. അതുവരെ എന്താ പറയുക, ഗുഡ് ബൈ ഒന്നും പറയുന്നില്ല. താങ്ക് യു. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.